ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു പുതിയ ഡ്രാമ കണ്ടാലോ? ഡ്രാമ ഫുള്ള് കണ്ടിട്ട് മറക്കാതെ തന്നെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് താമസിയാതെ ഡ്രാമയിലേക്ക് കടക്കാം. ഡ്രാമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. അവള് സി ഫാമിലിയിലേക്ക് ദത്തെടുക്കപ്പെട്ട ഒരു കുട്ടിയാണ്. ഇന്നത്തെ ദിവസം ആവട്ടെ നമ്മുടെ ഹീറോയുടെ ഫാമിലിയിലേക്ക് പോവുകയാണ്, അതായത് ലൂ ഫാമിലിയിലേക്ക്. ലൂ ഫാമിലിയിലുള്ള നമ്മുടെ ഹീറോയുമായിട്ട് ഹീറോയിന്റെ കല്യാണം ഫിക്സ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഹീറോ ആവട്ടെ ഭയങ്കര അഹങ്കാരിയും ദേഷ്യക്കാരനും, അതുപോലെ തന്നെ അയാൾക്ക് കണ്ണ് കാണാനും സാധിക്കില്ലായിരുന്നു. ലൂ ഫാമിലിയിലെ വേലക്കാരി പോലും ഹീറോയിന്റെ അടുത്ത് വളരെ റൂഡായിട്ടാണ് പെരുമാറുന്നത്. ഹീറോയിൻ ആവട്ടെ ഹീറോയെ കാണണമെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ആ സ്ത്രീ ആവട്ടെ അവളെ പുറത്തേക്ക് തള്ളി വിട്ടിട്ട് ആ ഡോറ് ലോക്ക് ചെയ്യുന്നുണ്ട്. ഹീറോയിനെ പേടിപ്പിക്കാനായി മനഃപൂർവ്വം ഒരു കളിപ്പാട്ടമായ പാമ്പിനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അവൾ അതിനെ കണ്ട് പേടിക്കുന്നില്ല. ആ സമയത്താണ് ഒരു പട്ടി അങ്ങോട്ടേക്ക് വരുന്നത്. അവൾ ആ പട്ടിയെ കണ്ട് പേടിച്ച് അലറിക്കൊണ്ട് ഓടുന്നുണ്ട്. അടുത്ത സീനില് ഹീറോയിനും ആ നായയും കൂടി ഒരുമിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഹീറോ ലൂഷാൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവളോട് വളരെ റൂഡായി തന്നെ ഹീറോ സംസാരിക്കുന്നുണ്ട്. എന്റെ മുത്തശ്ശൻ നിന്റെ എന്ത് കണ്ടിട്ടാണ് കല്യാണം ഫിക്സ് ചെയ്തതെന്ന് അറിയില്ല. എനിക്ക് ഈ കല്യാണത്തിന് തീരെ താല്പര്യമില്ലെന്നും മര്യാദയ്ക്ക് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറി അവിടെ നിന്ന് പോകാനും അവൻ ആവശ്യപ്പെടുന്നു. ഈ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട്, എന്റെ ദേഹം മുഴുവൻ നായയുടെ തുപ്പലും അതുപോലെ രോമവുമാണ്. എന്നോട് ചെയ്തതിന് പകരം വീട്ടുന്നത് ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയെ ഹഗ് ചെയ്യുന്നു. ഹീറോ വളരെ വൃത്തിക്കാരനാണെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. അവളെ തള്ളി മാറ്റാനുള്ള ധൈര്യം അയാൾക്കില്ലായിരുന്നു. അയാൾ അസിസ്റ്റന്റിനോട് അവളെ എങ്ങനെയെങ്കിലും പിടിച്ച് തന്റെ ദേഹത്ത് നിന്ന് ഇറക്കാൻ പറയുന്നു. അസിസ്റ്റന്റ് അവളോട് ഇറങ്ങാൻ പറയുന്നുണ്ടെങ്കിലും അവളൊന്നും കേൾക്കാതെ ഹീറോയുടെ ഒക്കത്തേക്ക് കയറിയിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ രംഗങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് അവന്റെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇവരിങ്ങനെ ക്ലോസ് ആയിരിക്കുന്ന കണ്ടിട്ട് അയാൾ കരുതുന്നുണ്ട്. ഉടനടി തന്നെ അയാൾക്കൊരു പേരക്കുട്ടിയെ ലഭിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അയാൾ ഉറക്കെ ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നിങ്ങൾ കല്യാണം കഴിച്ചോ, അതിനുശേഷം ഈ വേലകളൊക്കെ കാണിച്ചാൽ മതിയെന്ന് അവന്റെ മുത്തച്ഛൻ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം തന്നെ ഹീറോയിനും കൂടി വിവാഹം രജിസ്റ്റർ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഹീറോ ആവട്ടെ അയാളുടെ മാനേജർ അടുത്ത് സംസാരിക്കുകയായിരുന്നു. ഹീറോയിൻ ആ മുറിയിലുണ്ടായിരുന്ന കാര്യം ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മാനേജറോട് അവളെക്കുറിച്ചുള്ള കുറ്റങ്ങൾ അയാൾ പറയാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും മാനേജർ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു അനന്തരാവകാശി വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിവാഹം കഴിച്ചല്ലേ പറ്റൂ എന്ന്. അതുമാത്രമല്ല ഹീറോയിൻ വളരെ നല്ലൊരു വ്യക്തിയാണെന്നും പറയുന്നു. എന്നാൽ ഹീറോ പറയുന്നുണ്ട്, അവള് പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് തന്നെ വിവാഹം കഴിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, അവള് എന്നെ മയക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്റെ ദേഹത്തേക്ക് ചാടി കയറിയെന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ പിന്നെ കണ്ണു കാണാത്ത എന്നെ എന്തിനാ അവളെ വിവാഹം കഴിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. ഈ സമയത്ത് ഹീറോയിനും പറയുന്നുണ്ട്, ശരി തന്നെയാണ്, ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങളെ വിവാഹം കഴിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നിങ്ങളെ പോലെ കണ്ണു കാണാത്ത ഒരു അഹങ്കാരിയെ വിവാഹം കഴിക്കേണ്ട കാര്യം എനിക്ക് എന്താണെന്ന് ചോദിക്കുന്നു. ഹീറോയ്ക്ക് ഇത് കേട്ടിട്ട് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ ഹീറോ അവളുമായിട്ട് വഴക്കിനൊരുങ്ങുന്നുണ്ട്. എന്നിരുന്നാലും അസിസ്റ്റന്റ് അയാളെ സമാധാനപ്പെടുത്തി ഇരുത്തുന്നുണ്ട്. ഹീറോയിന്റെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാനും പറയുന്നു. ഈ സമയത്ത് അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്. അതും വാങ്ങിയിട്ട് അവരവിടെ നിന്ന് പോകാനൊരുങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട്, നമ്മുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു, എന്റെ വൈഫായിട്ടുള്ള ഡ്യൂട്ടി ഞാൻ നന്നായി തന്നെ ചെയ്യും, അവനെ നന്നായി പരിചരിക്കുമെന്ന് പറയുന്നു. എന്നാൽ അവളെ ഇഗ്നോർ ചെയ്തിട്ട് ഹീറോ കാറിലേക്ക് കയറുന്നു. ഈ സമയത്ത് ഹീറോയിനും അവന്റെ പുറകെ കാറിലേക്ക് കയറാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും അവൻ ദേഷ്യത്തോടെ ആ ഡോർ ക്ലോസ് ചെയ്യുന്നു. ഇത് കണ്ടിട്ട് ഹീറോയിൻ വല്ലാതെ അപ്സെറ്റ് ആവുന്നുണ്ട്. അതിനുശേഷം വീട്ടിലാവട്ടെ ഹീറോയിന്റെ സ്റ്റെപ്പ് സിസ്റ്റർ അവളെ വിളിച്ചിട്ട് 3 ലക്ഷം രൂപ ഉടനെ വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഹീറോയിൻ ഇത് കേട്ടിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്ത് കാശ് ചോദിക്കുന്നത്? അതുമാത്രമല്ല എൻ്റെ അച്ഛൻ്റെ എല്ലാ ചികിത്സയും നിങ്ങൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് ആ സ്ത്രീയോട് ചോദിക്കുന്നു. അവളുടെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അവളുടെ രണ്ടാനമ്മയും മകളും പറഞ്ഞിട്ട് ലൂ ഫാമിലിയിലെ, അതായത് നമ്മുടെ ഹീറോയെ വിവാഹം കഴിച്ചത്. നിന്റെ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം, പക്ഷേ 3 ലക്ഷം രൂപ ഉടനടി തന്നെ വേണം. ഇത്രയും നാള് നിന്നെയും കൂടി ചേർത്ത് ഞങ്ങൾ നോക്കിയില്ലെന്ന് പറഞ്ഞിട്ട് അവള് കോള് കെട്ടിയിരുന്നു. ഹീറോയോട് ഇതിനെപ്പറ്റി പറയാമെന്ന് പറഞ്ഞവൾ ഹീറോയുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഹീറോ അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പിന്നെ അവനെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ആ സമയത്താണ് ഹീറോ കുളി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നത്. ഹീറോയുടെ ബോഡി കണ്ടിട്ട് അവള് വല്ലാതെ എക്സൈറ്റഡ് ആവുന്നുണ്ട്. അവൻ നല്ല സുന്ദരനാണെന്ന് അവൾക്ക് തോന്നുന്നു. ആ മുറിയിൽ അവളുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ ദേഷ്യപ്പെടുമല്ലോ എന്ന് കരുതി അവൻ അറിയാതെ തന്നെ അവൾ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ ഹീറോ ആവട്ടെ നേരെ വന്ന് അവളുടെ അടുത്ത് തന്നെ ഇരിക്കുന്നു. അവിടെ നിന്ന് പോകാൻ പറ്റാത്ത രീതിയിൽ ഹീറോയിൻ അവിടെ ട്രാപ്പ് ആവുന്നുണ്ട്. ഈ സമയത്ത് വല്ലാത്ത ക്ഷീണം തോന്നിയാൽ അവിടെ തന്നെ കിടന്നുറങ്ങുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഹീറോയുടെ ഫോൺ താഴേക്ക് വീഴുന്നു. ഹീറോയിൻ ആവട്ടെ പകുതി ഉറക്കത്തിൽ തന്നെ ആ ഫോൺ എടുക്കാൻ പോകുന്നു. ഈ സമയത്ത് ഹീറോയും ആ ഫോൺ എടുക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ അവളുടെ കയ്യിലാണ് ഹീറോ പിടിക്കുന്നത്. അവളാന്ന് മനസ്സിലാക്കി ഹീറോ വല്ലാതെ ദേഷ്യപ്പെടാൻ ഒരുങ്ങുന്നുണ്ട്. എന്റെ മുറിയിൽ നീ എപ്പോഴാണ് വന്നത്? എത്ര നേരമായിട്ട് നീ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ അവൻ ചോദിക്കാൻ തുടങ്ങുന്നു. ഞാൻ ഇപ്പോഴേ ഇങ്ങോട്ടേക്ക് വന്ന് ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് അവൾ പറയുന്നു. ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും കാല് വഴുതി അവൾ വീണ്ടും അവന്റെ ദേഹത്തേക്ക് തന്നെ വീഴുന്നു. അത് പിന്നെ എന്റെ കാലൊന്ന് വഴുതിയതാണ് എന്ന് അവൾ വിശദീകരിക്കുന്നു. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, ഈ നട്ടപ്പാരയ്ക്ക് തനിച്ചിരിക്കുന്ന എന്റെ മുറിയിലേക്ക് നീ കയറി വരേണ്ട കാര്യം എന്താണ്? നമ്മുടെ കല്യാണം കഴിഞ്ഞല്ലോ, പിന്നെന്താ അതിൽ പ്രശ്നമെന്ന് അവൾ ചോദിക്കുന്നു. ഓ അങ്ങനെയാണോ, എങ്കിൽ പിന്നെ ഇന്നല്ലേ വിവാഹം കഴിഞ്ഞത്, ഇന്ന് തന്നെ ഫസ്റ്റ് നൈറ്റും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഹീറോ അവളെടുത്ത് കിസ് ചെയ്യാൻ പോകുന്ന പോലെ അടുത്തിടപഴകാൻ പോകുന്നു.
അയ്യോ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഉദ്ദേശിച്ചെന്ന് പറഞ്ഞിട്ട് അവള് ഹീറോയെ തള്ളി മാറ്റി അവിടെ നിന്ന് പോകുന്നു. പിറ്റേ ദിവസം തന്നെ ഹീറോയുടെ അസിസ്റ്റന്റ് ആവട്ടെ ഹീറോയിനെ വിളിച്ചിട്ട് അവരുടെ മുത്തശ്ശന് വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് ഹീറോ ഓർഡർ ചെയ്തിരുന്നു, അത് പോയി വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് ആവശ്യപ്പെടുന്നു. അവളത് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് കടയിലേക്ക് അത് വാങ്ങാനായി പോകുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ജിയാങ്ങിനെ കാണിക്കുന്നുണ്ട്. അവനും നിലവിലെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ അവിടെ പർച്ചേസിന് വന്നിരിക്കുകയാണ്. അതിനുശേഷം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഹീറോയിന്റെ അച്ഛന്റെ ഓക്സിജൻ മാസ്ക് ജിയാങ് മാറ്റുന്നുണ്ട്. മനഃപൂർവ്വം അയാളെ കൊല്ലാനായിരുന്നു അയാളുടെ പദ്ധതി. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഹീറോയിൻ അയാളോട് തിരക്കുന്നുണ്ട്. എല്ലാ കാശവും നീ നിന്റെ അച്ഛന്റെ ചികിത്സയ്ക്കായി ഉപയോഗപ്പെടുത്തുകയാണ്, അതുമാത്രമല്ല നീ നിന്റെ കാര്യം പോലും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ പ്രസന്റിലേക്ക് കാണിക്കുകയാണ്. ജിയാങ് ആവട്ടെ ഒരു അഹങ്കാരിയെ പോലെ നിന്നെ പോലൊരുത്തിക്ക് ഈ കടയിലോട്ട് കയറി വരാനുള്ള അർഹത പോലും ഇല്ല എന്ന് പറയുന്നു. അവന്റെ ഗേൾഫ്രണ്ടും പറയുന്നുണ്ട് ഇവളെ പോലെ ഗതിയില്ലാത്ത ഒരുത്തിയാണോ ഇതിനു മുമ്പ് സ്നേഹിച്ചിരുന്നത്, നിനക്ക് തീരെ ചോയ്സ് ഇല്ല എന്നൊക്കെ പറയുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും മാനേജറെ വിളിച്ചിട്ട് ഇവൾക്ക് ഇങ്ങോട്ടേക്ക് കയറി വരാനുള്ള അർഹത പോലുമില്ല, കടയിൽ നിന്ന് വെളിയിലാക്കാൻ ആവശ്യപ്പെടുന്നു. ഹീറോയിൻ ആരാണെന്ന് പോലും മനസ്സിലാക്കാതെ ഉടനടി തന്നെ അവരുടെ ജീവനക്കാരനെ വെച്ച് ഹീറോയിനെ പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ അങ്ങോട്ടേക്ക് വന്ന് അവന്റെ സ്റ്റിക്ക് കൊണ്ട് തന്നെ തടയുന്നുണ്ട്. അവൻ അങ്ങോട്ടേക്ക് നടന്നു വരുന്ന വഴിക്ക് താഴേക്ക് വീഴുന്നുണ്ട്. എന്തായാലും ഹീറോ അവിടെ നിന്ന് എഴുന്നേറ്റ് ഹീറോയിന്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഈ ഓർഡർ ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്തോളാൻ പറയുന്നു. ഹീറോയിൻ ആവട്ടെ ആ ഓർഡർ എന്തായാലും ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അവരവിടെ നിന്ന് പോകാൻ നേരത്താവട്ടെ ആ കടയുടെ ഓണർ വന്നിട്ട് അവരോട് ക്ഷമിക്കണം, എന്തായാലും ഈ ഓർഡർ വാങ്ങിക്കൊണ്ടേ ഇവിടെ നിന്ന് പോകാവൂ എന്ന് പറയുന്നു. അയാൾ എന്തൊക്കെ പറഞ്ഞിട്ടും ഹീറോയിനും അതൊന്നും കേൾക്കാത്ത മട്ടിൽ അവിടെ നിന്ന് പോകുന്നു. വലിയൊരു ഓർഡർ നഷ്ടപ്പെട്ട ദേഷ്യത്തിൽ തന്നെ ഓണർ ആവട്ടെ മാനേജറുടെ ചെകിട നോക്കി ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. നീ കാരണം എനിക്ക് എത്ര വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അറിയാമോ എന്ന് ഓണർ ചോദിക്കുന്നു. സോറി സാർ, ഞാൻ മറ്റൊരു കസ്റ്റമറെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മാനേജർ പറയുന്നു. ഈ പിച്ചക്കാര കസ്റ്റമേഴ്സിനെ നീ അറ്റൻഡ് ചെയ്താലും ചെയ്തില്ലെങ്കിലും എനിക്കെന്താ, കോടികളുടെ ബിസിനസ്സാണ് നഷ്ടം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ആ മാനേജറെ ഷോപ്പിൽ നിന്ന് പുറത്താക്കുന്നു. ജിയാങ്ങിന്റെ ഗേൾഫ്രണ്ട് വന്നിട്ട് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഞങ്ങളെ പിച്ചക്കാരെന്ന് വിളിച്ചതെന്നൊക്കെ ചോദിച്ച് അയാളോട് ദേഷ്യപ്പെടാൻ ഒരുങ്ങുന്നുണ്ട്. നിങ്ങളെ വെറുതെ വിടില്ല എന്ന് പറയുന്നു. ഈ സമയത്ത് അയാൾ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇപ്പോൾ തന്നെ ഈ ഷോപ്പിന് വെളിയിലേക്ക് പോകണമെന്ന് പറയുന്നു. അതിനുശേഷം അവരിരുവരും പുറത്തേക്ക് പോകുന്നു. പിറ്റേന്ന് രാവിലെ ഹീറോയിൻ നല്ല ഉറക്കമായിരുന്നു. ഈ സമയത്ത് ഹീറോ അവളുടെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് ജോഗിങ്ങിന് പോകണം, എന്നോടൊപ്പം വരണമെന്ന് ആവശ്യപ്പെടുന്നു. 7 മണിയായതേ ഉള്ളൂ. ഈ സമയത്ത് ആരെങ്കിലും ഒക്കെ ജോഗിങ്ങിന് പോകുമെന്ന് ചോദിച്ച് ഹീറോയിൻ വീണ്ടും മൂടിപ്പതിച്ച് കിടക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഹീറോ ഈ സമയത്ത് പറയുന്നുണ്ട് നിനക്ക് $1000 തന്നേക്കാമെന്ന്. ഉടനടി തന്നെ അവള് നല്ല എനർജറ്റിക്കായി എഴുന്നേറ്റ് അവന്റെ കൂടെ ജോഗിങ്ങിന് പോകുന്നുണ്ട്. ഹീറോ നല്ല എനർജറ്റിക്കായിട്ട് തന്നെയാണ് ജോഗിങ്ങിന് പൊക്കോണ്ടിരുന്നത്. എന്നാൽ ഹീറോയിൻ വല്ലാതെ ടയേർഡായിരുന്നു. ഈ സമയത്ത് ഹീറോയിന് ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഞാൻ ജോഗിങ് ചെയ്യുന്നോ ഇല്ലയോ എന്നൊന്നും അവന് കാണാൻ പറ്റില്ലല്ലോ. അവള് അടുത്തിരുന്ന ഒരു സൈക്കിൾ എടുത്തിട്ട് അത് ഓടിച്ചു പോകുന്നുണ്ട്. ജിയാങ്ങും അയാളുടെ ഗേൾഫ്രണ്ടും കൂടി ലൂ ഫാമിലിയിലേക്ക് എത്തിയിരുന്നു. അയാൾ അവിടുത്തെ പാലസ് ഒക്കെ ചുറ്റിക്കാണുകയായിരുന്നു. ഈ സമയത്ത് അവരുടെ പിന്നാലെ തന്നെ ഹീറോയിൻ ആവട്ടെ ആ സൈക്കിൾ ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു. എന്നാൽ ബ്രേക്ക് കിട്ടുന്നില്ല. എങ്ങനെയോ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ശബ്ദം കേട്ട് ജിയാങ്ങും അതുപോലെ അയാളുടെ ഗേൾഫ്രണ്ടും കൂടി ഞെട്ടിത്തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരു ചൂല് എടുത്തുകൊണ്ട് അവൾ അവിടെ തൂക്കുന്ന പോലെ അഭിനയിച്ച് കാണിക്കുന്നു. അത് കാണുന്ന അവരാവട്ടെ അവൾ അവിടുത്തെ ഒരു ജോലിക്കാരിയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് അവളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നു. അവള് സന്തോഷത്തോടെ തന്നെ താൻ ഇവിടുത്തെ ഒരു ജോലിക്കാരിയാണെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള കരിയിലുകളെല്ലാം അവരുടെ ദേഹത്തേക്ക് തന്നെ തൂത്തിടുന്നുണ്ട്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ ഇങ്ങനെ ചെയ്തത്? ഞങ്ങൾ ലൂ ഫാമിലിയിലേക്ക് വന്ന ഗസ്റ്റുകളാണ്, മര്യാദയ്ക്ക് നിന്റെ സ്ഥാനം എന്താണെന്ന് ഓർത്ത് ഇവിടെ നിന്നോ എന്ന് അയാൾ പറയുന്നു. അപ്പോഴേക്കും ഒരു ജോലിക്കാരി അങ്ങോട്ടേക്ക് വന്നിട്ട് ജിയാങ്ങിനെ അയാളുടെ ഗേൾഫ്രണ്ടിനെയും കൂടി അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഈ സമയത്ത് അയാൾ പറയുന്നുണ്ട് ഹീറോയിനെ ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം, അവൾക്ക് എങ്ങനെയാണ് ഗസ്റ്റുകളോട് പെരുമാറുന്നതെന്ന് അറിയില്ല. തന്റെ ഷൂ ഹീറോയിൻ അത് വൃത്തികേടാക്കിയെന്നും അതുകൊണ്ട് തന്നെ ആ ഷൂ വൃത്തിയാക്കി തരാൻ ഹീറോയിനോട് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ആ ജോലിക്കാരിയോട് ആ ജിയാങ്ങിന്റെ ഗേൾഫ്രണ്ട് ആവശ്യപ്പെടുന്നു. ഈ സമയത്ത് ഹീറോയിൻ ആവട്ടെ ദേഷ്യം വന്ന് അവളെ പിടിച്ച് തള്ളുന്നുണ്ട്. അങ്ങനെ അവളുടെ മുഖത്ത് മേക്കപ്പ് ഒക്കെ പോകുന്നുണ്ട്. ഈ സമയത്ത് ആ സ്ത്രീ ആവട്ടെ വല്ലാതെ ടെൻഷൻ ആവുന്നു. ഹീറോയിൻ ശരിക്കും ആരാണെന്ന് അറിയാതെ വീട്ടു ജോലിക്കാരിയും അവളെ കുറ്റപ്പെടുത്താൻ ഒരുങ്ങുന്നു. ജിയാങ്ങിന്റെ ഗേൾഫ്രണ്ടിനെ തള്ളിവിട്ടതുകൊണ്ട് തന്നെ ആ ദേഷ്യത്തിന് ജിയാങ് ഹീറോയിനെ തള്ളിവിടുന്നു. ഈ സമയത്ത് ഹീറോയുടെ ദേഹത്തേക്കാണ് അവൾ തട്ടി നിൽക്കുന്നത്. എപ്പോഴും ഇങ്ങനെ കറക്റ്റായിട്ട് എന്റെ ദേഹത്ത് തന്നെ വന്ന് നീ ചാരി നിൽക്കുന്ന എന്തുകൊണ്ടാന്ന് ഹീറോ അവളോട് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ നോക്കിയിട്ട് ജിയാങ്ങും പറയുന്നുണ്ട് നീ ഈ വീട്ടിലെ ജോലിക്കാരനാണോ, വീണ്ടും ഹീറോയിനെ രക്ഷിക്കാനായി ഇങ്ങോട്ടേക്ക് വന്നയാണോ എന്ന് അവനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ചോദിക്കുന്നു. ഈ സമയത്ത് ഹീറോയെ കണ്ട വേലക്കാരിയാവട്ടെ വല്ലാതെ പരിഭ്രാന്തിയിലാവുന്നുണ്ട്. അവരോട് വായടിച്ച് മിണ്ടാതിരിക്കാനും ആ സ്ത്രീ ആവശ്യപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ജിയാങ് ആവട്ടെ കൂടുതൽ ഹീറോയെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ ആരാണെന്ന് അറിയാമോ? ഞങ്ങൾ ലൂ ഫാമിലിയിലെ ഗസ്റ്റുകളാണ്. അതുമാത്രമല്ല ഞങ്ങൾക്ക് എത്രത്തോളം ധനികരാണെന്നറിയാമോ? നിങ്ങളെ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് ഹീറോ എടുത്ത് പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ജിയാങ്ങിനെയും അയാളുടെ ഗേൾഫ്രണ്ടിനെയും ബോഡി ഗാർഡ്സ് അവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം തന്നെ ജോലിക്കാരിയായ സ്ത്രീ ആവട്ടെ മുട്ടുകുത്തി ഇരുന്നിട്ട് 2 ദിവസമായതേ ഉള്ളൂ സാർ, ഞാൻ ജോലിക്ക് കയറിയിട്ട് ആരാണെന്ന് അറിയാതെയാണ് ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ക്ഷമാപണം പറയുന്നു. ഹീറോ ബോഡി ഗാർഡിന്റെ അടുത്ത് ജിയാങ്ങിനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ഈ സമയത്ത് ബോഡി ഗാർഡ് പറയുന്നുണ്ട് 3 മീറ്റർ അകലേക്ക് അയാളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെന്ന്. ഉടനടി തന്നെ ഹീറോ ആവട്ടെ തന്റെ കാലുപയോഗിച്ച് ജിയാങ്ങിനെ ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം ജിയാങ്ങിന്റെ ഗേൾഫ്രണ്ടിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഹീറോ ആവശ്യപ്പെടുന്നു. ഈ സമയത്ത് ആ സ്ത്രീ ആവട്ടെ, ക്ഷമിക്കണം സാർ, ഇയാൾ കാരണമാണ് തനിക്ക് ഗതി വന്നത്, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഹീറോയുടെ അടുത്ത് അപേക്ഷിക്കുന്നുണ്ട്. എന്തായാലും അവരെ രണ്ടുപേരെയും ബോഡി ഗാർഡ്സ് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹീറോയും ഹീറോയിനും കൂടി ഈ സമയത്ത് വീട്ടിനകത്തേക്ക് വരുന്നുണ്ട്. ഹീറോയിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഈ സമയത്ത് അവിടുത്തെ ഒരു വേലക്കാരി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് ഹീറോയിനെ ആദ്യം തന്നെ ഇഷ്ടമല്ലായിരുന്നു. ഹീറോയ്ക്ക് നിങ്ങളുടെ മുറിയുടെ അടുത്ത് തന്നെയാണ് ഒരു മുറി ശരിയാക്കിയിരുന്നത്. എന്നിരുന്നാലും അവളാവട്ടെ ഒരുപാട് ദൂരെയുള്ള മുറിയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ അവൾക്ക് തീരെ ഇഷ്ടമല്ല എന്ന് തോന്നുന്നൊക്കെ ആ ജോലിക്കാരി ഹീറോ എടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ ആ ജോലിക്കാരിക്ക് മാപ്പ് കൊടുക്കണമെന്നും ആ സ്ത്രീയെ വീട്ടിൽ നിന്ന് വെളിയിലാക്കരുതെന്നും ജോലിയിൽ തുടരാൻ അനുവദിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. അതൊന്നും സാധിക്കില്ല. എന്നിരുന്നാലും ആ സ്ത്രീയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നു. എന്നിരുന്നാലും ഹീറോയ്ക്ക് ഹീറോയിൻ തന്നെ വല്ലാതെ വെറുക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നുന്നു. അതുകൊണ്ട് തന്നെ തന്റെ മുറിയിലേക്ക് അവളുടെ സാധനങ്ങളുമായി ഉടനടി തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഹീറോയുടെ മുറിയിൽ ഹീറോയിൻ ആവട്ടെ നന്നായി തന്നെ ഉറങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ ഹീറോയ്ക്ക് ഒട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഹീറോയിൻ അടുത്തുള്ളത് കൊണ്ട് തന്നെ അവൻ വല്ലാതെ നെർവസ് ആവുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്കാണെങ്കിൽ ഒരു പൊടി പോലും ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹീറോ ആവട്ടെ ഹീറോയിൻ്റെ അടുത്ത് കുറച്ച് റൊമാൻറ്റിക്കായി അവളെ കിസ് ചെയ്യാൻ പോകുന്നു. ഉടനടി തന്നെ ഹീറോയെ അവൾ തടഞ്ഞിട്ട് മണി 6 ആയി, ഇതുവരെ നിങ്ങൾ ജിമ്മിൽ പോയില്ലേ എന്ന് ചോദിക്കുന്നു. എന്തോന്ന്, വെളുപ്പിനെ 6 മണിയോ, ഇത് രാത്രിയല്ലേ എന്ന് അവൻ സംശയത്തോടെ ചോദിക്കുന്നു. ഈ സമയത്ത് അലക്സയും പറയുന്നുണ്ട് രാവിലെ 6 മണിയായെന്ന്. ഒന്ന് കണ്ണടച്ചതുപോലുമില്ല, അതിനു മുമ്പ് നേരം വെളുത്തോ എന്ന് അവൻ സംശയത്തോടെ മനസ്സിലാലോചിക്കുന്നു. ഹീറോയിൻ ആവട്ടെ ഫ്രഷ് ആവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. പിറ്റേ ദിവസം ഹീറോയിനും കൂടി ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട്, അതായത് മുത്തച്ഛൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് കുറേ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ട്. ബർത്ത്ഡേ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഡ്രസ്സൊക്കെ സെല്ല് ചെയ്യാമോ എന്ന് ഹീറോയുടെ അടുത്ത് അവൾ ചോദിക്കുന്നുണ്ട്. നിനക്ക് കാശ് അത്ര അത്യാവശ്യമാണോ എന്ന് ഹീറോ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അതേ എന്ന് അവൾ മറുപടിയും പറയുന്നു. എല്ലാ മാസവും നിനക്ക് $10 മില്യൺ ഞാൻ പോക്കറ്റ് മണിയായി തരാമെന്ന് ഹീറോ ഈ സമയത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട് ഹീറോയിൻ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹീറോയിനും വീട്ടിലെത്തിയപ്പോൾ ജോലിക്കാരി ഇതുപോലെ വന്ന് പറയുന്നുണ്ട് അവളുടെ സ്റ്റെപ്പ് സിസ്റ്ററും അമ്മയും കൂടി $1 മില്യൺ ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ വന്നിരുന്നുവെന്നും അതുകൊണ്ട് അവർക്ക് കാർഡ് കൊടുത്ത് അവിടെ നിന്ന് അയച്ചു എന്നും പറയുന്നു. എൻ്റെ അടുത്തൊരു വാക്ക് പോലും ചോദിക്കാതെ ആ കാർഡ് എന്തിനാ കൊടുത്തേ എന്ന് ഹീറോയിൻ അവരോട് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട് ഇവർക്ക് ജോലിയിൽ ഒരു സത്യസന്ധതയും ഇല്ല എന്നാണ് തോന്നുന്നത്. ഒരുപാട് തെറ്റുകൾ ഇപ്പോൾ തന്നെ ചെയ്തു കൂട്ടുന്നുണ്ട്. ജോലിയിൽ തുടരാൻ താല്പര്യമില്ലെങ്കിൽ ഇവിടെ നിന്ന് പൊക്കാളാൻ ഹീറോ പറയുന്നു. ഈ സമയത്ത് ഹീറോ എടുത്ത് ക്ഷമാപണം നടത്തിയിട്ട് അവരവിടെ നിന്ന് പോകുന്നു. രാത്രിയിൽ ഈ വേലക്കാരി ആവട്ടെ ഹീറോയിൻ മുത്തശ്ശന് കൊടുക്കാൻ വെച്ചിരുന്ന ഗിഫ്റ്റ് മാറ്റുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ മുത്തശ്ശന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുകയാണ്. അവിടെ ലൂ ഫാമിലിയിലെ മൊത്തം അംഗങ്ങളും ഉണ്ടായിരുന്നു. ഹീറോയുടെ സ്റ്റെപ്പ് മദറും അവരുടെ മകൻ യൂചാങ്ങും അവിടെ ഉണ്ടായിരുന്നു. യൂചാങ് ആവട്ടെ എപ്പോഴും ഹീറോയെ വല്ലാതെ വാക്കുകൾ കൊണ്ട് ഹീറോയെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഹീറോയുടെ ഫാമിലി എത്ര മെസ്സിയാണെന്നും അതുമാത്രമല്ല ഹീറോയെ എത്രത്തോളം അവർ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നും ഹീറോയിന് മനസ്സിലാവുന്നു. യൂചാങ് ആവട്ടെ വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ് മുത്തശ്ശന് സമ്മാനമായി നൽകുന്നത്. ഹീറോയിൻ സെയിം പെയിന്റിംഗ് തന്നെയാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ഇത് രണ്ടും കണ്ടയുടനെ തന്നെ എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട്. കാരണം ഇതിലൊന്ന് ഫേക്ക് ആയിരിക്കുമെന്ന് അവർക്ക് നല്ലപോലെ അറിയാമായിരുന്നു. യൂചാങ് ഹീറോയുടെ ഈ സമയത്ത് പറയുന്നുണ്ട് നീ ഈ പെയിന്റിംഗ് ആണ് ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും നിനക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ അത് സെലക്ട് ചെയ്ത് തന്നേനെയല്ലോ. ഇപ്പോൾ നിനക്ക് കണ്ണു കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ആരോ നിന്നെ പറ്റിച്ചിരിക്കുകയാണെന്നും തൻ്റെ പെയിന്റിംഗ് ആണ് യഥാർത്ഥ പെയിന്റിംഗ് എന്നും അവകാശപ്പെടുന്നു. ഹീറോ മുത്തശ്ശൻ്റെ അടുത്ത് മാപ്പ് പറയാൻ പോകുമ്പോൾ ഹീറോയിൻ ആവട്ടെ അവനെ തടഞ്ഞിട്ട് അവരുടെ പെയിന്റിംഗ് ആണ് ഒറിജിനൽ എന്ന് പറയുന്നു. ഇത് കേട്ടതും ഹീറോയുടെ സ്റ്റെപ്പ് മദർ വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. അവരുടെ മുത്തശ്ശൻ ഹീറോയുടെ സ്റ്റെപ്പ് മദറെ തടഞ്ഞിട്ട് ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ഒറിജിനൽ പെയിന്റിംഗ് എന്ന് പറയാൻ സാധിക്കുന്നേ എന്ന് ഒന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെടുന്നു. യൂചെങ്ങിന്റെ പെയിന്റിംഗിൽ യൂസ് ചെയ്തിരിക്കുന്ന ബ്ലൂ കളർ ഈ സെഞ്ചുറിയിലുള്ളതാണ്. അതുമാത്രമല്ല ഹീറോയുടെ പെയിന്റിംഗിലുള്ള ബ്ലൂ കളർ ആവട്ടെ 18th സെഞ്ചുറിയിലുള്ള പെയിന്റ് ആണെന്ന് അവകാശപ്പെടുന്നു. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഒരു പ്രായം ചെന്ന ലേഡി കടന്നു വരുന്നുണ്ട്. അവരെ കണ്ടതും മുത്തശ്ശൻ വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. അവര് രണ്ട് പെയിന്റിംഗും നോക്കിയിട്ട് ഹീറോയുടെ പെയിന്റിംഗ് ഒറിജിനൽ ആണെന്നും ഹീറോയിൻ പറഞ്ഞതൊക്കെ സത്യമാണെന്നും പറയുന്നു. ഇത് കേട്ടതും യൂചാങ്ങിന്റെ മുഖം വല്ലാതെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. ശരിക്കും ഹീറോ വാങ്ങിയ പെയിന്റിംഗ് തന്നെയായിരുന്നു ഒറിജിനൽ. തലേന്ന് രാത്രിയിൽ വേലക്കാരിയെ കൊണ്ട് ഹീറോയുടെ പെയിന്റിംഗ് മാറ്റി വെപ്പിക്കുകയായിരുന്നു യൂചാങ്. ഈ വിവരം കണ്ടുപിടിച്ച ഹീറോ ആവട്ടെ ആ പെയിന്റിംഗ് വീണ്ടും തിരിച്ചു മാറ്റി വെക്കുകയായിരുന്നു. അതിനുശേഷം വീട്ടിലെ ജോലിക്കാരി ആ പെയിന്റിംഗ് മാറ്റി വെക്കുന്ന രംഗം ഹീറോയുടെ അസിസ്റ്റന്റ് ആവട്ടെ മുത്തശ്ശന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ആ സ്ത്രീയെ ഉടനടി തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് വീട്ടിന് വെളിയിലേക്ക് ആക്കുകയായിരുന്നു മുത്തശ്ശൻ. ഈ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് നിങ്ങൾ കൊച്ചു കുട്ടികളൊന്നും അല്ല, നിങ്ങൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ രണ്ടുപേരുമാണ് ഈ ബിസിനസ്സൊക്കെ നോക്കി നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വഴക്കൊക്കെ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. അവിടെ അടുത്തിരിക്കുന്നയാൾ പറയുന്നുണ്ട് ഹീറോയ്ക്ക് കണ്ണ് കാണാൻ സാധിക്കില്ലല്ലോ, അതുമാത്രമല്ല അവന് ഈ ബിസിനസ്സൊക്കെ നോക്കി നടത്തുന്നത് വല്ലാത്ത കഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് എല്ലാം യൂചെങ്ങിനെ ഏൽപ്പിക്കാൻ. എന്നാൽ മുത്തശ്ശനാവട്ടെ ഹീറോയ്ക്ക് കണ്ണ് കാണത്തില്ലെങ്കിലും അവൻ വളരെ ടാലന്റഡ് ആണെന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
യൂഷങ് ഈ സമയത്ത് പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും മീൻ ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഓഫീസിലിരിക്കുമ്പോൾ ഹീറോയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ, അവന്റെ ഹെൽത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റിയാലോ, അതുകൊണ്ട് തന്നെ ആദ്യം അവന് ഒരു കുഞ്ഞ് പിറക്കട്ടെ, അതിനുശേഷം ആ കുഞ്ഞ് ബിസിനസ് നോക്കട്ടെ എന്ന് യൂഷങ് പറയുന്നു. അതും വളരെ ശരിയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത അനന്തരാവകാശിയെ നിങ്ങൾ വീട്ടിലേക്ക് തരണമെന്ന് മുത്തശ്ശൻ സന്തോഷത്തോടെ പറയുന്നു. ഹീറോയും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ തരാനായി ട്രൈ ചെയ്യാമെന്ന്. അതിനുശേഷം അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ ആവട്ടെ ഹീറോയുടെ കയ്യിൽ പിടിച്ചിട്ട് നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞു എന്ന് ചോദിക്കുന്നു. കയ്യിൽ നിന്ന് വിട് എന്ന് ഹീറോ പറയുമ്പോൾ അവളാവട്ടെ കയ്യിൽ ഒരു നുള്ളു കൊടുത്തിട്ടാണ് കൈ മാറ്റുന്നത് തന്നെ. ഈ സമയത്ത് ഹീറോ അവളോട് പറയുന്നുണ്ട് കമ്പനിയിൽ തന്റെ പൊസിഷന് പകരമായി അവൾ വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അവൾക്ക് വലിയ റിവാർഡുകൾ നൽകാമെന്ന്. ഈ സമയത്ത് അവൾ വളരെ സന്തോഷത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട് റിവാർഡോ, എന്ത് റിവാർഡാ തരാൻ പോരെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഒരു ബേബിയാണെന്ന് പറയുന്നു. പോടാ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അവൾ പോയതിനു ശേഷം യൂഷങ് അവന്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ബോണ്ടിങ് വരുമെന്നുള്ള കാര്യം. ഇതിനെല്ലാം കാരണം താനാണെന്ന് അവൻ പറയുന്നു. മുത്തശ്ശൻ നിന്നെക്കുറിച്ച് ഓർത്ത് വല്ലാതെ വിഷമിച്ചിരുന്നു. കാരണം നിന്നെ പോലെ കണ്ണു കാണാൻ പറ്റാത്ത ഒരാൾക്ക് ആര് വിവാഹം കഴിക്കാനാ, ഞാനാണ് സൂ ഫാമിലിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തേന്ന് പറയുന്നു. അവൻ പോകുന്നതിന് മുൻപായി മനഃപൂർവ്വം തന്നെ ഹീറോ തട്ടി വീഴാൻ വേണ്ടിയിട്ട് ഒരു ചെയർ ഹീറോ നടക്കുന്ന വഴിയിൽ തന്നെ എടുത്തു വെക്കുന്നു. ഹീറോ എന്തായാലും വീഴാൻ പോകുന്നുണ്ട്. ഹീറോയിൻ കറക്റ്റായി വന്നവനെ പിടിക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയിന്റെ സ്റ്റെപ്പ് സിസ്റ്റർ അവളെ വിളിക്കുന്നുണ്ട്. ലൂ ഫാമിലിയിൽ എത്തിയതിനു ശേഷം നീ വളരെ ഒരു അഹങ്കാരിയായിരിക്കുകയാണ്. ഞങ്ങൾ ബർത്ത്ഡേ ഫംഗ്ഷന് വന്നിട്ട് ഞങ്ങളെ അകത്തേക്ക് കയറ്റി വിട്ടത് പോലുമില്ല. ലൂ ഫാമിലിയിലുള്ള ആരോടും ഞങ്ങളെ സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ല. അതുമാത്രമല്ല VIP ഗസ്റ്റുകളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ പേരുകൾ പോലും ഇല്ലായിരുന്നു എന്ന് അവൾ പറയുന്നു. ഹീറോയിൻ ഇത് കേട്ടിട്ട് വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം സ്റ്റെപ്പ് സിസ്റ്ററോട് പറയുന്നുണ്ട് ഞാൻ പറയുന്നതൊന്നും ഇവിടെ ആരും കേൾക്കില്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന്. അവൾ ദേഷ്യത്തോടെ തന്നെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മര്യാദയ്ക്ക് നിന്റെ വായടച്ചോ, 2 ദിവസത്തിനുള്ളിൽ ഹീറോയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ അവളുടെ അച്ഛൻ്റെ ഓക്സിജൻ മാസ്ക് അവൾ തന്നെ മാറ്റുമെന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുന്നു. ഹീറോയിൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എങ്ങനെ ഹീറോയും കൊണ്ട് എന്ത് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നൊക്കെ അവൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് അവളുടെ അമ്മയും സ്റ്റെപ്പ് സിസ്റ്ററും കൂടെ വേലക്കാരിയുടെ കയ്യിൽ നിന്ന് ഒരു കാർഡ് വാങ്ങിക്കൊണ്ട് പോയിരുന്നല്ലോ. ആ കാർഡ് വാങ്ങാൻ പോകുന്ന രീതിയിൽ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി അവൾ സമാധാനത്തോടെ കിടക്കുന്നു. ഇടയ്ക്കെന്തോ ശബ്ദം കേട്ട് ഹീറോയിൻ ഉണരുന്നുണ്ട്. നോക്കിയപ്പോൾ ഹീറോ എന്തൊക്കെയോ പേടി സ്വപ്നങ്ങൾ കണ്ട് ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയുടെ നൈറ്റ്മെയർ ആണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഹീറോ ആവട്ടെ ഒരു റൂമിലേക്ക് അവന്റെ അമ്മയെ തിരക്കി പോയിരിക്കുകയായിരുന്നു. തറയിൽ മൊത്തം രക്തം പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫോളോ ചെയ്ത് അവൻ ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ അമ്മയുടെ ഡെഡ് ബോഡിയാണ് കാണുന്നത്. അവൻ അവിടെ ഇരുന്ന് ഒരുപാട് കരഞ്ഞു വിളിക്കുന്നുണ്ട്. അങ്ങനെ ആ ദുസ്വപ്നം കൊണ്ട് അവൻ പേടിച്ചുണരുന്നുണ്ട്. ഈ സമയത്താണ് സാമ്പ്രാണിത്തിരിയുടെ മണം അനുഭവപ്പെടുന്നുണ്ട്. ആരാണിതവിടെ വെച്ചെന്ന് അവൻ ചോദിക്കുമ്പോൾ ഹീറോയിനാവട്ടെ ഞാനാണ് വെച്ചതെന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളവും അവന് കൊടുക്കുന്നു. ഈ സാമ്പ്രാണിത്തിരിയുടെ സുഗന്ധം കൊണ്ട് തന്നെ നിനക്ക് കുറച്ച് ഓക്കെ ആവുമെന്ന് പറഞ്ഞ് അവൾ അവനെ സമാധാനപ്പെടുത്തുന്നു. ആ സുഗന്ധം സ്മെല്ല് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവന് മൈൻഡ് കുറച്ച് റിലാക്സ് ആവുന്നുണ്ട്. ഹീറോയിൻ അവനോട് ചോദിക്കുന്നുണ്ട് തൻ്റെ വീട്ടിലേക്ക് വരാമോ, നമ്മുടെ കാർഡും വാങ്ങിക്കൊണ്ട് വരാമെന്ന്. ഹീറോ അതിന് ഓക്കെയും പറയുന്നു. അടുത്ത ദിവസം തന്നെ ഹീറോ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അയാളുടെ കയ്യിൽ പിടിക്കാൻ അയാൾ ആംഗ്യം കാണിക്കുന്നു. ഈ സമയത്ത് അവൾ പിടിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ കൈവിടുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഹീറോ തിരക്കുന്നുണ്ട്. ഈ സമയത്ത് അവൾ പറയുന്നുണ്ട് എനിക്ക് ഫാമിലിയുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്, എൻ്റെ കൂടെ റൂഡായിട്ട് തന്നെ ഇരുന്നാൽ മതിയെന്ന്. അതെങ്ങനെയാ റൂഡായി ഇരിക്കുന്നതെന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ നിങ്ങൾ എന്നോട് എപ്പോഴും റൂഡായി തന്നെ അല്ലേ ഇരിക്കുന്നത്, ആ നേച്ചറിലങ്ങ് ഇരുന്നാൽ മതി എന്ന് പറയുന്നു. ഈ സമയത്ത് ഹീറോയ്ക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവർ ക്യൂട്ടായി തന്നെ വഴക്കിടുന്ന സമയത്തേക്ക് ഹീറോയിന്റെ സ്റ്റെപ്പ് സിസ്റ്ററും മദറും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സോന അടുത്തു വന്ന് ഹീറോയെ കാണുമ്പോൾ തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത്രയധികം ഹാൻസം ആയിരുന്നു ഇവൻ, നീ എനിക്ക് കിട്ടേണ്ടിയിരുന്ന ആളാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന ദിവസം കുറച്ച് ദൂരത്ത് നിന്ന് തന്നെ ഹീറോയെ സോന കണ്ടിരുന്നു. അന്ന് തന്നെ അവൾക്ക് അയാളോട് ഒരു ഇഷ്ടം തോന്നിയതായിരുന്നു. ഹീറോയുടെ അടുത്ത് നിന്ന് എങ്ങനെയും ഹീറോയിനെ അകറ്റണമെന്ന ഒരു ചിന്ത അവൾക്കുണ്ടാവുന്നുണ്ട്. അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ ബ്രാൻഡഡ് ആണെന്നും അവൾക്ക് മനസ്സിലാവുന്നു. ഇതൊക്കെ തനിക്ക് കിട്ടേണ്ടിയിരുന്ന ഭാഗ്യമാണെന്നും ഇപ്പോൾ അതെല്ലാം തൻ്റെ കയ്യിൽ നിന്ന് അവൾ കാരണം നഷ്ടപ്പെട്ടു എന്നും അവൾ ഓർക്കുന്നു. ശരിക്കും ഹീറോയ്ക്ക് കാഴ്ചയില്ലാത്തത് കൊണ്ടാണ് ഹീറോയിനെ അവർ നിർബന്ധിച്ച് അയാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. ഇപ്പോൾ അവൾക്ക് അതിൽ കുറ്റബോധം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവളുടെ സ്റ്റെപ്പ് മദർ അവളെ ശകാരിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണോ മരുമകനെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് എൻ്റെ മൈൻഡ് അത്ര ഓക്കെ അല്ലായിരുന്നു, എൻ്റെ അച്ഛന് സുഖമില്ലാതെ കിടക്കുകയല്ലേ, അതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് വരാനേന്നൊക്കെ പറയുന്നു. വീട്ടിനകത്തെ സീനാണ് പിന്നീട് കാണിക്കുന്നത്. ഹീറോയിന്റെ സ്റ്റെപ്പ് ഫാദർ, അതായത് സോനയ്ക്കും അയാൾ സ്റ്റെപ്പ് ഫാദർ തന്നെയാണ്. ഹീറോയ്ക്ക് കണ്ണ് കാണില്ലെങ്കിലും എന്താ നന്നായി തന്നെ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവർ ബിസിനസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഇതൊക്കെ കണ്ടിട്ട് അമ്പരക്കുന്നുണ്ട്. ഇവന്റെ കൂടെ റൂഡായിട്ട് നടക്കാൻ പറഞ്ഞിട്ട് ഇവൻ ഇപ്പോൾ എന്തൊക്കെയായി കാണിക്കുന്നതെന്ന് അവൾ ആലോചിക്കുന്നു. ഈ സമയത്ത് സോന അങ്ങോട്ടേക്ക് വന്നിട്ട് ഹീറോയ്ക്ക് ഫ്രൂട്ട്സ് ഒക്കെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഹീറോയിൻ ഇതൊക്കെ കണ്ടിട്ട് വല്ലാത്ത ദേഷ്യവും തോന്നുന്നുണ്ട്.
അങ്ങനെ ഹീറോയിൻ അവരുടെ അടുത്ത കാർഡ് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ കാർഡ് നഷ്ടപ്പെട്ടു എന്ന് അമ്മയും മോളും കള്ളം പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ പോലീസിനെ ഈ വിവരം അറിയിക്കാമെന്ന് പറയുമ്പോൾ അവർ പേടിച്ച് ആ കാർഡ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അവളുടെ സ്റ്റെപ്പ് സിസ്റ്റർ അവിടെ കൊടുക്കുന്നുണ്ട്. ഈ കാർഡിൽ നിന്ന് നീ ചെലവാക്കിയ പണം എന്തെന്ന് ചോദിച്ചപ്പോൾ ഇന്നാ നിന്റെ കാശെന്ന് പറഞ്ഞ് ഫോൺ വഴി അവൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹീറോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ഹീറോയിനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. ഹീറോയിന്റെ സ്റ്റെപ്പ് മദർ അവർ പോയതിനു ശേഷം സോന എടുത്ത് പറയുന്നുണ്ട്, നിനക്ക് അവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ടല്ലേ കണ്ണ് കാണാത്തത് കൊണ്ട് ഹീറോയിന്റെ തലയിൽ അവനെ കെട്ടിവെച്ച് കൊടുത്തത്. ഇപ്പൊ എന്താ നീ ഇങ്ങനെ പെരുമാറുന്നെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവള് പറയുന്നുണ്ട്, അവന് കാഴ്ചയില്ലെങ്കിലും എന്താ, അവൻ വളരെ ഹാൻസം ആണ്. അതുമാത്രമല്ല അവൻ വളരെ സ്നേഹത്തോടാണ് ഹീറോയിന്റെ അടുത്ത് പെരുമാറുന്നത്. അവൾ ഇരിക്കേണ്ട സ്ഥാനത്ത് താനാണ് ഇരിക്കേണ്ടതെന്ന് പറയുന്നു. എന്നാൽ അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട് അത് എങ്ങനെ സാധിക്കുമെന്ന്. അതിന് എന്റെ പക്കലൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുടിലമായി ചിരിക്കുന്നു. അങ്ങനെ ഹീറോയിനും കൂടി വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു. ഈ സമയത്ത് ഹീറോയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ശരിക്കും നിന്നെ വിവാഹം കഴിച്ചതിലുള്ള കാരണം. ഈ സമയത്ത് തന്നെ അവൾക്ക് കോള് വരുന്നുണ്ട്. അത് വേറെ ആരുമായിരുന്നില്ല, സോനയായിരുന്നു. അവളുടെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ വന്ന് ബില്ല് പേ ചെയ്യണമെന്നായിരുന്നു അവളുടെ ആവശ്യം. ഇത് കേട്ടതും ഹീറോയിൻ ആവട്ടെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാനായി ഓടുന്നുണ്ട്. അസിസ്റ്റന്റ് വന്നിട്ട് എന്തിനാണ് അയാൾ തനിയെ നിൽക്കുന്നതെന്ന് ഹീറോ എടുത്ത് ചോദിക്കുന്നു. അവൾ എന്തോ എന്നോട് കൺഫ്യൂസ് ചെയ്യാൻ വന്നതാണ്, പക്ഷേ ആ സമയം കൊണ്ട് ഒരു കോള് വന്നിട്ട് അവൾ അവിടെ നിന്ന് പോയി എന്ന് അയാൾ അസിസ്റ്റന്റിനോട് പറയുന്നു. ഹീറോയിൻ ഹോസ്പിറ്റലിലെത്തി തന്റെ അച്ഛൻ എന്തെന്ന് ഡോക്ടറെ അടുത്ത് ചോദിക്കുന്നു. ഈ സമയത്ത് അയാൾ പറയുന്നുണ്ട്, അവളുടെ സഹോദരി വന്ന് അച്ഛനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു. എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച് അവൾ ഡോക്ടറോട് വഴക്കിനൊരുങ്ങുന്നു. ഈ സമയത്ത് നിങ്ങളുടെ സഹോദരി നിങ്ങളെ വിവരങ്ങളെല്ലാം അറിയിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അച്ഛനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഉടനെ തന്നെ അവളെ അവിടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. രണ്ടാനമ്മയും മകളും അവിടെ കൂളായിട്ടിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവള് ചെന്ന ഉടനെ തന്നെ തന്റെ അച്ഛൻ എന്തെന്ന് തിരക്കുന്നുണ്ട്. അയാളെ നല്ലൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് സഹോദരി പറയുന്നുണ്ട്. ഇങ്ങനെ കള്ളമൊന്നും പറയേണ്ട കാര്യമില്ല, ശരിക്കും നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. സോന ഒരു മടിയും കൂടാതെ തനിക്ക് ലൂ ഫാമിലിയിലെ മരുമകളാവണമെന്ന് ആവശ്യപ്പെടുന്നു. അതെങ്ങനെ പോസിബിൾ ആവും? നീ എന്താ കളിക്കുവാണോ? അതിന് ലൂഷാനും മുത്തശ്ശനും ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുന്നു. അതിനുശേഷം സോന ആവട്ടെ ഫോണിൽ ഒരു വീഡിയോ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. അവളുടെ അച്ഛന്റെ മാസ്ക് ഒരു നേഴ്സ് മാറ്റുന്നതായിട്ടാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അവൾ ഇത് കണ്ട് വല്ലാതെ പേടിച്ചിട്ട് അവർ പറയുന്ന എന്ത് വേണമെങ്കിലും അനുസരിച്ചോളാം എന്ന് പറയുന്നു. ആദ്യം എന്റെ അച്ഛൻ എവിടെയാണെന്ന് കാണിച്ചു തരാൻ അവളോട് ഹീറോയിൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ആദ്യം താൻ പറഞ്ഞതുപോലെ തന്നെ ലൂ ഫാമിലിയിലേക്ക് എങ്ങനെയെങ്കിലും തന്നെ കയറ്റ്, അതിനുശേഷം നിന്റെ അച്ഛനെ കാണിച്ചു തരാമെന്ന് അവൾ പറയുന്നു. അങ്ങനെ അവളെയും കൊണ്ട് ലൂ ഫാമിലിയിലേക്ക് എത്തുന്നുണ്ട് ഹീറോയിൻ. ഈ സമയത്ത് സോന പറയുന്നുണ്ട്, ഇനി ഹീറോയുടെ അടുത്ത് നീ ക്ലോസ് ആയി ഇരിക്കാൻ പാടില്ല. അത് മാത്രമല്ല ഹീറോ അവൾക്ക് കൊടുത്ത ആ കാർഡും തിരിച്ചു മേടിക്കുന്നുണ്ട്. ഇനി അത് അവൾക്ക് സ്വന്തമാണെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഹീറോയിൻ ആവട്ടെ സോനയും കൊണ്ട് ലൂഷാന്റെ മുറിയിലേക്ക് വരുന്നുണ്ട്. എന്റെ മനസ്സിന് തീരെ സുഖമില്ല, അതുകൊണ്ടാണ് അനിയത്തിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അവൾ കുറച്ചു ദിവസം നമ്മളെ കൂടെ ഇവിടെ നിന്നോട്ടെ എന്ന് ഹീറോയുടെ അടുത്ത് പറയുന്നു. ഹീറോ ആവട്ടെ ഒന്നും ആലോചിക്കാതെ തന്നെ അതിന് ഓക്കെ പറയുന്നുണ്ട്. ലൂഷാന്റെ അടുത്ത് സത്യങ്ങളൊക്കെ പറയുകയെന്നുണ്ടെങ്കിൽ അവൻ തന്നെ വിശ്വസിക്കുമോ എന്നൊക്കെ അവൾ ഈ സമയത്ത് ആലോചിക്കുന്നുണ്ട്. ഹീറോ എന്തിനാണ് അവളോട് ഹോസ്പിറ്റലിലേക്ക് പോയെന്ന് ചോദിക്കുന്നുണ്ട്. അവള് കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും ഉടനടി തന്നെ സോന അങ്ങോട്ടേക്ക് വന്ന് അവളെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ സംഭാഷണം അവിടെ മുടങ്ങുന്നു. ഡിന്നർ ടൈമിലും അവളാവട്ടെ ഹീറോയുടെ അടുത്ത് തന്നെ സ്ഥാനം പിടിച്ചിരുന്നിട്ട് എപ്പോഴാണ് ഓഫീസിലേക്ക് പോകുന്നത്, എന്ത് വർക്കാണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് ഹീറോ എടുത്ത് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ഹീറോയിനാവട്ടെ അവിടെ നിന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോകുന്നു. രാവിലെ ഹീറോയിനാവട്ടെ ഗാർഡനൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ അങ്ങോട്ടേക്ക് വന്ന് അവളോട് എന്താണ് കഴിഞ്ഞ ദിവസം പറയാൻ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ സോന അങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ല. പിന്നീട് ഹീറോയിനാവട്ടെ മുറിയിലേക്ക് പോയി അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയായിരുന്നു. എന്താണ് കാര്യമെന്ന് ഹീറോ തിരക്കുന്നുണ്ടെങ്കിലും ഉടനടി തന്നെ സോന അങ്ങോട്ടേക്ക് വന്ന് കുറച്ചുനാൾ അവൾ തൻ്റെ മുറിയിൽ താമസിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഹീറോയ്ക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. ഹീറോയിന് അതിനുശേഷം കുറേയധികം ക്യാമറകൾ ഹീറോയുടെ മുറിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ലൂഷാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അവള് സാമ്പ്രാണി തിരി കത്തിച്ചു വെക്കാൻ വന്നതാണ്, അവൻ്റെ മൈൻഡ് റിലാക്സ് ആവുമെന്നും പറയുന്നു. നീ നേരത്തെ എന്തോ പറയാൻ വന്നിരുന്നല്ലോ, അതെന്താണെന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഹീറോ ഈ സമയത്ത് പറയുന്നുണ്ട്, എനിക്കറിയാം നിനക്ക് പണത്തിന് ഒരുപാട് ആവശ്യമുണ്ടെന്ന്, എന്നിരുന്നാലും എത്ര പണം വേണമെങ്കിലും ഞാൻ നിനക്ക് നൽകാം, പക്ഷേ എന്നെ വിട്ട് മാത്രം പോകരുതെന്ന് അവൻ ആവശ്യപ്പെടുന്നു. ഈ സമയത്ത് അവൾ ചോദിക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ കരുതി വെച്ചിരിക്കുന്നത്? എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ആ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നു.
ഈ സമയത്ത് അസിസ്റ്റന്റ് വന്നിട്ട് വിവരങ്ങളൊക്കെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. ഹീറോയിനെ അവളുടെ വീട്ടുകാരാവട്ടെ വിരട്ടി വെച്ചിരിക്കുകയാണെന്നും അവളുടെ അച്ഛനെ അവൾ അറിയാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വേറെ എവിടെ ഒളിപ്പിച്ചിരിക്കുകയാണെന്നും ഹീറോയുടെ അടുത്ത് പറയുന്നു. ഉടനടി തന്നെ ഹീറോയിന്റെ അച്ഛനെ കണ്ടുപിടിക്കണമെന്ന് അസിസ്റ്റന്റിന് അയാൾ നിർദ്ദേശം കൊടുക്കുന്നു. ഈ സമയത്തല്ല സോന അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊരുത്തൻ പറയുന്നുണ്ട്, പണക്കാരനെ വിവാഹം കഴിക്കാൻ പോവുകയല്ലേ, അതിനു മുമ്പ് നമുക്ക് കുറച്ച് ഫൺ ചെയ്താലോ എന്ന് ചോദിക്കുന്നു. ഈ സമയത്ത് സോന പറയുന്നുണ്ട്, ശരി, തന്റെ സഹോദരിക്കും ഇതുപോലെ ഫൺ ചെയ്യാൻ വല്ലാത്ത ഇഷ്ടമാണ്. അങ്ങനെ സോനയാവട്ടെ ഹീറോയിനെ എഴുന്നേൽപ്പിച്ചിട്ട് തന്റെ ഫ്രണ്ട് കുറച്ചുപേര് പുറത്ത് നിൽപ്പുണ്ട്, അവരെ ഇപ്പോൾ തന്നെ അകത്തേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഹീറോയിനെ അവിടെ നിന്ന് അയക്കുന്നു. ഹീറോയിൻ പോയ ഉടനെ തന്നെ സോനയാവട്ടെ ഹീറോയുടെ മുറിയിൽ ചെന്നിട്ട് ഒരു ഡ്രാമ കളിക്കുന്നുണ്ട്. 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ പുറത്തു പോയതാണെന്നും ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു, ഇതുവരെ മുറിയിൽ തിരിച്ചെത്തിയിട്ടില്ല, അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു. ഹീറോയിൻ പുറത്തെത്തിയിരുന്നു. അപ്പോഴാവട്ടെ 2 ചെറുക്കന്മാരവിടെ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷേ അവരത്ര ശരിയല്ല എന്ന് അവൾക്ക് ആദ്യ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് തിരിഞ്ഞു പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ അവരവിടെ ഹീറോയിൻ്റെ കൂടെ മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നു. ഹീറോയിൻ അവിടെ അതിലൊരാളെ അടിക്കുന്നുമുണ്ട്. ഈ സമയത്താണ് ഹീറോയും അനിയത്തിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. സോന അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഹീറോയെ ചതിച്ചത്? ഇങ്ങനെ 2 വൃത്തികെട്ടവന്മാരുമായിട്ട് കറങ്ങി നടക്കുകയാണോ എന്ന് ചോദിച്ച് അവളെ അപമാനിക്കുന്നുണ്ട്. ഹീറോയിൻ പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? നിന്റെ ഫ്രണ്ട്സ് പുറത്ത് പോണ്ട്, അവരെ വിളിച്ചുകൊണ്ട് വരാൻ നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ബോഡി ഗാർഡ്സ് വന്നിട്ട് ആ 2 പയ്യന്മാരെ അടിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരുത്തൻ പറയുന്നുണ്ട്, ആളുകളെ വെച്ച് ഞങ്ങളെ അടിക്കാൻ നോക്കുകയാണോ? നീ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ഹീറോയിനെ അപമാനിക്കുന്നുണ്ട്. അതിനുശേഷം സോന പറയുന്നുണ്ട്, ഇനി നിന്നെ ഹീറോ വിശ്വസിക്കത്തില്ല, ഇപ്പോൾ തന്നെ നീ അയാളുടെ ട്രസ്റ്റ് ഉടച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. ഹീറോയിൻ ഈ സമയത്ത് തന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഹീറോ എടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും അയാളവിടെ ഞാൻ തൻ്റെ മുൻപിൽ കേൾക്കുന്നത് മാത്രമേ വിശ്വസിക്കൂ എന്ന് പറയുന്നു. ഇനിയൊരിക്കലും താൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിഷമത്തോടെ തന്നെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവള് വീട്ടിലെത്തിയ ഉടനെ തന്നെ അവളുടെ തിങ്സ് ഒക്കെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. സോന ഈ സമയത്ത് അവളോട് പറയുന്നുണ്ട്, ഇനി ഈ വീട്ടിലെ ഞാനാണ് എല്ലാം, നീ എൻ്റെ സഹോദരി ആയതുകൊണ്ട് തന്നെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാൻ. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, നീ ആഗ്രഹിച്ചത് നിനക്ക് കിട്ടിയല്ലോ, ഇപ്പോൾ എൻ്റെ അച്ഛൻ എവിടെയാണെന്നുള്ളതിൻ്റെ അഡ്രസ്സ് എനിക്ക് തരാൻ പറയുന്നു. അതൊന്നും ഇപ്പം തരാൻ പറ്റില്ല, ഹീറോയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞാൽ മാത്രമേ അത് തരാൻ പറ്റൂ, ഞാനിതുവരെ എവിടെ പെർമനന്റ് ആയിട്ടില്ലല്ലോ, അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ തരാമെന്ന് സോന പറയുന്നുണ്ട്. എന്തായാലും എന്റെയും ഹീറോയുടെയും വിവാഹം കഴിഞ്ഞിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി, അതുവരെ ഞങ്ങളുടെ സന്തോഷമൊക്കെ കണ്ടിട്ട് നീയും ഒന്ന് സന്തോഷിക്കൂ എന്ന് പറഞ്ഞ് അവളുടെ തുണിയൊക്കെ അവിടെ തട്ടിയിടുന്നുണ്ട്. അതിനുശേഷം സോന ആവട്ടെ ഹീറോയ്ക്കുള്ള സൂപ്പുമായിട്ട് അകത്തേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും വേലക്കാരി അവരെ തടഞ്ഞിട്ട് ഹീറോ വളരെ ദേഷ്യത്തിലിരിക്കുകയാണ്, അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് പറയുന്നു. സോനയ്ക്ക് അവിടെ നിന്ന് പോകുകയല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. ഈ സമയത്ത് അസിസ്റ്റന്റിനോട് അയാൾ പറയുന്നുണ്ട്, ആദ്യം തന്റെ മുറിയിലേക്ക് സോനയോട് വരാൻ പറയണം, അതിനുശേഷം ഹീറോയിൻ്റെ അടുത്തും വരാൻ പറയണമെന്ന്. ഹീറോയുടെ മുറിയിലേക്ക് വളരെ സന്തോഷത്തോടാണ് സോന ചെല്ലുന്നത്. വന്നിടഞ്ഞ് തന്നെ അവൾ ഓരോന്ന് പറയാൻ തുടങ്ങുന്നുണ്ട്. എന്നിരുന്നാലും ഞാനാണ് നിങ്ങളുടെ ഭാര്യ ആവേണ്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയെ സെഡ്യൂസ് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട്. അവളെ ഹീറോയുടെ കൈ പിടിച്ച് അവളുടെ ഇടുപ്പിൽ വെക്കുന്നുണ്ട്. ഈ സമയത്ത് നിനക്ക് ഇത്ര ധൈര്യം എന്ന് ചോദിച്ച് ഹീറോ അവളെ തട്ടിക്കളയുന്നു. ഈ രംഗങ്ങളെല്ലാം നമ്മുടെ ഹീറോയിനവട്ടെ അവളുടെ ഫോണിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹീറോയുടെ കൈ പിടിച്ച് അവൾ ഇടുപ്പിൽ വെക്കുന്ന രംഗം കണ്ടപ്പോൾ ഹീറോയിന് വല്ലാതെയാവുന്നുണ്ട്. അവൾ ദേഷ്യത്തോടെ തന്നെ ഫോൺ താഴേക്ക് വെച്ചിട്ട് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവൾ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഈ സമയത്താണ് അസിസ്റ്റന്റ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ അയാൾക്ക് അവളെ എവിടെയെങ്കിലും കണ്ടെത്താനായില്ല. ഈ സമയത്ത് സോന ആവട്ടെ ഹീറോ അടുത്ത് ചോദിക്കുന്നുണ്ട്, തന്റെ സഹോദരിയോടുള്ള ദേഷ്യം തന്നോട് എന്തിനാണ് തീർക്കുന്നത്, താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിക്കുന്നു. ഈ സമയത്ത് ഹീറോ അവളുടെ അടുത്തേക്ക് വന്നിട്ട്, നിനക്ക് താമസിക്കാൻ ഞങ്ങൾ ഇടവും തന്നു, അതുപോലെ നല്ല പരിചരണവുമാണ് തന്നത്, പക്ഷെ നീ ആവട്ടെ ഞാനും എൻ്റെ ഭാര്യയ്ക്കും ഇടയിൽ വല്ലാത്ത പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നീ എന്നെയും എൻ്റെ ഭാര്യയും തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ചു, അതുമാത്രമല്ല നിന്റെ ഫ്രണ്ട്സ് എല്ലാ സത്യങ്ങളും ഞങ്ങളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് സോനയുടെ അമ്മ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മുടെ സ്റ്റോക്സ് ഒക്കെ താഴേക്ക് പൊക്കോണ്ടിരിക്കുക, നമ്മുടെ ഫാമിലി നാശമായിക്കൊണ്ടിരിക്കുക, ഹീറോ എടുത്ത് എങ്ങനെയെങ്കിലും നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ചോദിക്കാൻ പറയുന്നു. സോനയ്ക്ക് ഹീറോ ആണ് ഇതിൻ്റെ പിന്നിലെന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളല്ലേ ഞങ്ങളുടെ കമ്പനിയുടെ സ്റ്റോക്കൊക്കെ കുറച്ച് കളഞ്ഞത്, മര്യാദയ്ക്ക് അത് ഇൻക്രീസ് ചെയ്യിച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ ഹീറോയിൻ്റെ അച്ഛനെ കൊന്നു കളയുമെന്ന് പറയുന്നു. അവൾക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഞങ്ങളുടെ കമ്പനി തകർക്കാൻ ശ്രമിച്ചത്, അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛനെ കൊല്ലുമെന്ന് പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്തുന്നു. അവൾക്ക് മറുപടി എന്നോണം ഹീറോ ഒരു വീഡിയോ അസിസ്റ്റന്റിനെ കൊണ്ട് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളുടെ അച്ഛനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർ അസിസ്റ്റന്റിന്റെ കാല് പിടിച്ചിട്ട് അവരെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്ന വീഡിയോ ആയിരുന്നു അത്. ഇതിൽ നിന്ന് മനസ്സിലായല്ലോ ഹീറോയിൻ്റെ അച്ഛനെ ഹീറോ ഇതിനോടകം തന്നെ സംരക്ഷിച്ചു കഴിഞ്ഞു എന്ന്.
ഇത് കണ്ട സോന വല്ലാതെ ഷോക്കാവുന്നുണ്ട്. ഈ സമയം ഹീറോയുടെ മുറിയിലേക്ക് വന്ന ഹീറോയിനാവട്ടെ അവളുടെ ഫോണിലെ സോനയുടെ രംഗങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇത് വൈറലാക്കും, ഇല്ലെങ്കിൽ തൻ്റെ അച്ഛൻ എവിടെയാണെന്ന് പറയണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതിനെല്ലാം കാരണം ഹീറോയിനാണെന്ന് പറഞ്ഞ് സോന ഈ സമയത്ത് അവളെ ഒരു കത്തി എടുത്ത് ആക്രമിക്കാൻ ഒരുങ്ങുന്നു. ഉടനടി തന്നെ അസിസ്റ്റന്റ് അത് തടയുന്നുണ്ട്. എന്നിരുന്നാലും ഹീറോയിന് അപകടമൊന്നും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനോടകം തന്നെ അസിസ്റ്റന്റ് സോനയെ പിടിച്ച് വെളിയിലേക്കാക്കുന്നു. ഹീറോ ആവട്ടെ ഈ സമയത്ത് ഹീറോയിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അറിയാതെ അവിടെ ഇവിടെ പതറി അവളെ തിരക്കുന്നുണ്ടായിരുന്നു. അവൾ ഈ സമയത്ത് ആലോചിക്കുന്നുണ്ട്, എന്താണ് ശരിക്കും ഈ മുറിയിൽ നടന്നതെന്ന് അറിയാൻ വയ്യല്ലോ. അവളുടെ ഈ രീതികളൊക്കെ കണ്ടിട്ട് പ്ലാനുകളൊക്കെ ഫ്ലോപ്പ് ആയെന്ന് തോന്നല്ലോ എന്നൊക്കെ ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഹീറോ ഈ സമയത്ത് കൈകൾ അവളുടെ നേർക്ക് നീട്ടുന്നുണ്ട്. അവൾ എന്തായാലും ആ കൈ പിടിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഹീറോയെ അറിയിക്കുന്നു. ഹീറോ അവളുടെ കൂടെ പറയുന്നുണ്ട്, സി ഫാമിലി ഇനി നിന്നെ വരട്ടത്തൊന്നുമില്ല, നിന്നെ ഉപദ്രവിക്കത്തുമില്ല, നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ സോൾവ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ലൂഷാന്റെ അടുത്ത് അവൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് എൻ്റെ മേലെ ട്രസ്റ്റ് ഉണ്ടോ എന്ന്. എനിക്ക് നിന്നിൽ നല്ല വിശ്വാസമുണ്ട്, നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. രണ്ട് കുഴപ്പക്കാരന്മാരായ പയ്യന്മാര് വല്ലോം പറഞ്ഞെന്ന് വിചാരിച്ച് താൻ അതൊക്കെ വിശ്വസിക്കുമോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ വളരെ ഹാപ്പി ആവുന്നുണ്ട്. അവരിരുവരും ഹഗ് ചെയ്യുന്നുണ്ട്. അവൾ ഈ സമയത്ത് ആലോചിക്കുന്നുണ്ട്, കുറച്ചു മുമ്പ് കാര്യങ്ങളൊക്കെ തനിക്ക് എതിരായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ എല്ലാം ഓക്കെ ആയല്ലോ എന്ന് ഓർത്ത് അവൾ സന്തോഷിക്കുന്നു. പിന്നീട് അവരുടെ ഒരു ഫാമിലി മീറ്റിംഗ് ആണ് കാണിക്കുന്നത്. ഹീറോയ്ക്ക് കമ്പനി ഫുള്ള് ഒറ്റയ്ക്കായിട്ട് നോക്കി നടത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് അധികാരങ്ങൾ കൂടി ഹീറോയിനും കൂടി ഏറ്റെടുക്കാനായിട്ട് മുത്തശ്ശൻ ആവശ്യപ്പെടുകയാണ്. എപ്പോഴും ഹീറോയ്ക്ക് സപ്പോർട്ടായിരിക്കണം. അതുമാത്രമല്ല 2 ദിവസങ്ങൾക്ക് ശേഷം കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാനും മുത്തശ്ശൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇതൊന്നും ഹീറോയുടെ സഹോദരൻ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കാരണം ഹീറോയുടെ സ്ഥാനത്തേക്ക് അയാൾ വരണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അതുമാത്രമല്ല കമ്പനിയുടെ ഏറ്റവും കൂടുതൽ ഷെയർ അയാൾക്ക് ലഭിക്കണം. ഇപ്പോൾ ഹീറോയിൻ അതിന്റെ നടുവിലേക്ക് വന്ന് അയാളുടെ പദ്ധതികളെല്ലാം തകിടം മറിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ അയാൾ അമ്മയോട് പറയുന്നുണ്ട്, അവളിപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞില്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ കുഴപ്പങ്ങൾ തന്നെ അവളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഉടനടി തന്നെ അവളെ അവിടെ നിന്ന് പുറത്താക്കാമെന്ന്. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹീറോയിനും കൂടി മുറിയിലേക്ക് വരുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവൻ്റെ കൂടെ താങ്ക്സ് പറയുന്നുണ്ട്. ഈ സമയത്ത് അവൻ ചോദിക്കുന്നുണ്ട്, അതൊക്കെ എവിടെ നിൽക്കട്ടെ, നീ റൂമിൽ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് ഹീറോയിനാവട്ടെ സാമ്പ്രാണിത്തിരി കത്തിച്ച് വെക്കാമെന്ന് പറയുന്നുണ്ട്. ഇത് സ്മെല് ചെയ്താൽ നിന്റെ മൈൻഡ് കുറച്ചൊക്കെ ഒന്ന് റിലാക്സ് ആവും, ബെറ്റർ ആവും എന്നൊക്കെ അവൾ പറയുന്നു. ഈ സമയത്ത് ഹീറോ വീണ്ടും അവന്റെ സംഭാഷണം തുടരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നിനക്ക് എൻ്റെ മേലെ വിശ്വാസമില്ല എന്നാണല്ലോ എന്ന്. അപ്പോൾ അവളും പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, എനിക്ക് വിശ്വാസമാണ്. ഈ സമയത്ത് ഹീറോയിനെ ഹർട്ട് ചെയ്തതിന് ഹീറോ മാപ്പ് പറയുന്നുണ്ട്. അപ്പോൾ അവളാകെ അതിശയപ്പെടുന്നുണ്ട്. എന്നോട് മാപ്പൊന്നും പറയണ്ട എന്നവൾ പറയുന്നു. എന്തു തന്നെ ആയിരുന്നാലും നീ എൻ്റെ വൈഫാണ്, എനിക്ക് നിന്നെ വളരെയധികം ഇഷ്ടമാണെന്ന് ഹീറോ പറയുന്നു. ഈ സമയത്ത് സംസാരിച്ചതൊക്കെ മതി, ഇനി കുറച്ച് റിലാക്സ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ കുളിക്കാനായി ബാത്റൂമിലേക്ക് പോകുന്നു. അവളാവട്ടെ ബാത്റൂമിലെ കണ്ണാടിയിൽ അവളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു, ഇത്ര പെട്ടെന്ന് ഇവൻ എവിടെ നിന്നാ പ്രണയം തന്നോട് തോന്നിയെന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് അവൾ തിരിഞ്ഞ് നടന്ന് പുറത്തേക്ക് വരാൻ നേരത്ത് വഴുതി താഴേക്ക് വീഴുന്നു. ശബ്ദം കേട്ട ഹീറോ ആവട്ടെ അകത്തേക്ക് കയറി വന്നിട്ട് അവൾക്ക് എന്ത് പറ്റിയെന്ന് തിരക്കിക്കൊണ്ട് അവിടെ എവിടെയും പരതുന്നുണ്ട്. അവൾ ഇവിടെയുണ്ട് എന്ന് പറയുമ്പോൾ അവൻ ശബ്ദം കേട്ട് അവളുടെ കയ്യിൽ തന്നെ കറക്റ്റായിട്ട് പിടിക്കുന്നുണ്ട്. എന്തെങ്കിലും പറ്റിയോ എന്ന് ഈ സമയത്ത് അവൻ ചോദിക്കുന്നുണ്ട്. അവളുടെ കാലിൽ ചെറിയ പരുക്ക് പറ്റിയെന്ന് പറയുന്നു. അവൻ അവളെ മുറിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അവളാവട്ടെ ഒന്ന് നെർവസ് ആവുന്നുണ്ട്. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട്, എന്ത് തന്നെയായാലും കുഴപ്പമില്ല, എനിക്ക് കാഴ്ചയില്ലല്ലോ എന്ന്. പക്ഷെ ഈ സമയത്ത് ഹീറോയ്ക്ക് ചെറുതായിട്ട് അവന്റെ കാഴ്ച ശക്തി തിരികെ കിട്ടുന്നുണ്ട്. എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് അവന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഹീറോയിൻ വളരെ സുന്ദരിയാണെന്ന് കണ്ട് ഹീറോയ്ക്ക് വല്ലാതെ അതിശയം തോന്നുന്നുണ്ട്. അങ്ങനെ അവളെ തന്നെ നോക്കിക്കൊണ്ട് അവൻ ഇരിക്കുന്നു. അയാൾക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടിയ കാര്യം ഹീറോയിന്റെ അടുത്ത് പറയുന്നില്ല. എന്നിരുന്നാലും അവളെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ഹീറോയിനാവട്ടെ അവളുടെ കാലിൽ മുറിവ് പറ്റിയെടുത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഹീറോ ആവട്ടെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ എന്നെ തന്നെ നോക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് ഹീറോ എടുത്ത് അവൾ ചോദിക്കുന്നുണ്ട്. അവന് കണ്ണ് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ അവൾ കൈ വെച്ച് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ തനിക്ക് കണ്ണൊന്നും കാണാൻ സാധിക്കാത്ത രീതിയിൽ തന്നെ ഒന്ന് അഭിനയിച്ച് കാണിച്ചിട്ട് അവളുടെ കാലിൽ മുറിവ് പറ്റിയെടുത്ത് മരുന്നെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് വെപ്രാളപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. അവൾക്ക് മുറിവ് പറ്റിയ കാലിൽ തന്നെ അയാൾ മരുന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. അവൾ സംശയത്തോടെ അയാളോട് ചോദിക്കുന്നുണ്ട്, എന്റെ ഏത് കാലിലാണ് മുറിവ് പറ്റിയെന്ന് അയാൾക്ക് എങ്ങനെ മനസ്സിലായേ എന്ന്. അത് പിന്നെ നിന്നെ എടുത്ത സമയത്ത് എനിക്ക് നിന്റെ ഏത് കാലിലാണ് മുറിവെന്നുള്ളത് മനസ്സിലായെന്നൊക്കെ കള്ളം പറഞ്ഞ് അവൻ തടി തപ്പുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഹീറോയിന് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളിലൊക്കെ സംശയം തോന്നുന്നുണ്ട്. ഹീറോ മുറിവിനെ പുരട്ടുന്ന മരുന്നൊക്കെ കറക്റ്റായിട്ട് എടുത്ത് അവളുടെ മുറിവ് പറ്റിയ കാലിൽ തന്നെ കറക്റ്റായി ഇട്ട് കൊടുത്തില്ലേ, ഇനി അവന് കാഴ്ച വന്നോ എന്നൊക്കെ അവൾ ആലോചിക്കുന്നു. അങ്ങനെ വരാൻ സാധ്യതയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ
അവൻ തന്നോട് തന്നെ ആദ്യമേ അത് പറഞ്ഞിരുന്നല്ലോ എന്നോർത്ത് അവള് സമാധാനിക്കും. പിറ്റേന്ന് രാവിലെ തന്നെ ഹീറോ ഡോക്ടറെ കാണാൻ പോയിരുന്നു. അയാൾക്ക് കഴിഞ്ഞ ദിവസം കാഴ്ച കിട്ടിയെന്നും പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്റെ കാഴ്ചശക്തി വീണ്ടും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. ഇതൊരു മെഡിക്കൽ മിറാക്കിൾ തന്നെയാണെന്ന് ഡോക്ടർ അവകാശപ്പെടുന്നു. ഈ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് അയാളുടെ ഭാര്യ കാരണമാണ് അയാൾക്ക് കാഴ്ചശക്തി വീണ്ടും തിരികെ ചെറുതായി ലഭിച്ചിരുന്നത്. അവള് അവന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന സാമ്പ്രാണിത്തിരിയുടെ സുഗന്ധം ദിവസവും സ്മെല്ല് ചെയ്യണം. അതുമാത്രമല്ല അവളോട് എപ്പോഴും സ്നേഹത്തോടെയും അതുപോലെ രണ്ടുപേരും എപ്പോഴും സ്നേഹത്തോടെ ഇരിക്കണമെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. മരുന്നുകൊണ്ട് പറ്റാത്ത പലതും സ്നേഹം കൊണ്ട് സാധിക്കുമെന്നും അവർ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിനുമായി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്താൽ അവന്റെ മൈൻഡും റിലാക്സ് ആവും. അതുപോലെ തന്നെ കാഴ്ചശക്തിയും കുറേശ്ശെ തിരികെ വരുമെന്ന് അവർ ഓർമ്മപ്പെടുത്തുന്നു. വീട്ടിലേക്ക് വരുന്ന ഹീറോയ്ക്കാവട്ടെ വീണ്ടും ഹീറോയിനെ കാണുമ്പോൾ തന്റെ കാഴ്ചശക്തി തിരികെ കിട്ടുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് അവനും തോന്നുന്നുണ്ട്. അവനെ കാണുമ്പോൾ ഹീറോയിൻ കൈയെടുത്ത് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഹീറോയും കൈയെടുത്ത് കാണിക്കുന്നു. ഇത് കാണുമ്പോൾ ഹീറോയിന് വല്ലാത്ത സംശയം തോന്നുന്നുണ്ട്. രാത്രിയായപ്പോൾ ഹീറോ ആവട്ടെ തന്റെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഹീറോയിൻ അവന്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുന്നു. അവൻ പറയുന്നുണ്ട് ന്യൂസ് കാണുകയാണെന്ന്. അതിനുശേഷം ഹീറോയിൻ അവന്റെ അടുത്ത് ഇരുന്നിട്ട് തന്നെ ഒരു ലോഷൻ എടുത്ത് അവളുടെ കാലിലൊക്കെ തേക്കുന്നുണ്ട്. ഇത് കണ്ട ഹീറോ ആവട്ടെ വല്ലാതെ നെർവസ് ആവുന്നുണ്ട്. അവളാവട്ടെ അവന്റെ മുഖത്ത് നോക്കിയപ്പോൾ എന്താ മൂക്കിൽ നിന്ന് ചോരയൊക്കെ വരുന്നതെന്ന് ചോദിക്കുന്നു. അത് പിന്നെ വല്ലാതെ ഹീറ്റ് ആയതുകൊണ്ടാണെന്ന് ഹീറോ പറയുന്നു. ഉടനടി തന്നെ അവള് ടിഷ്യൂ പേപ്പർ എടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ആദ്യം കറക്റ്റായിട്ട് അവൻ ടിഷ്യൂ എടുക്കാൻ പോകുന്നുണ്ടെങ്കിലും പിന്നീട് കണ്ണ് കാണാത്ത പോലെ അഭിനയിച്ച് ടിഷ്യൂ എടുക്കുന്നുണ്ട്. അടുത്ത ദിവസമാണ് കാണിക്കുന്നത് ഹീറോയിനെ ഓഫീസിലേക്ക് വെൽക്കം ചെയ്യുകയായിരുന്നു. ഈ ടൈമിൽ ഒരു പെൺകുട്ടി അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ PA ആണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. അവൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ആ പെൺകുട്ടിയെ വിളിച്ചാൽ മതിയെന്നും പറയുന്നു. ഹീറോയിൻ്റെ അടുത്ത് അവൾ വളരെ ക്ലോസ് ആവാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് എൻ്റെ ക്യാബിൻ എവിടെയാണെന്ന് ഹീറോയിൻ ചോദിക്കുന്നു. എന്നിരുന്നാലും ഹീറോയിന് ഇഷ്ടമുള്ള ഒരു ക്യാബിനിലേക്കാണ് അവൾ കയറിയിരിക്കുന്നത്. ഉടനടി തന്നെ ആ പെൺകുട്ടിയാവട്ടെ ഇത് ഹീറോയുടെ ക്യാബിനാണെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും ഹീറോയിൻ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമല്ല, ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവിടെ തന്നെ ഇരുന്നാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. എൻ്റെ തിങ്സും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ തിങ്സും ഇപ്പോൾ തന്നെ ഇവിടേക്ക് എത്തിക്കാൻ ആവശ്യപ്പെടുന്നു. ഈ പെൺകുട്ടി അവിടെ യൂചാങ്ങിനെ വിളിച്ച് ഈ വിവരങ്ങളെല്ലാം പറയുന്നുണ്ട്. അവൻ ഈ സമയത്ത് പറയുന്നുണ്ട് ഹീറോയിന് അവളുടെ മേലിൽ വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനടി തന്നെ അവരുടെ പ്ലാനും നടപ്പിലാക്കണമെന്ന്. ഈ സമയത്ത് ഹീറോ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഞാനിവിടെ ഉണ്ടെന്ന് അവൾ പറയുമ്പോൾ അവൻ കണ്ണു കാണാത്ത രീതിയിൽ തന്നെ തപ്പിത്തടഞ്ഞ് അവളുടെ അടുത്തേക്ക് ഇരിക്കുന്നു. അവളുടെ കാലുകൾ കാണുമ്പോൾ ഹീറോ വീണ്ടും നെർവസ് ആവുന്നുണ്ട്. ഈ സമയത്ത് അസിസ്റ്റന്റ് അവരുടെ റൂമിന്റെ കതവ് തുറന്ന് അങ്ങോട്ടേക്ക് വരുന്നു. ഹീറോ ആവട്ടെ ഉടനടി അവളുടെ കാലുകൾ പൊത്തിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ കാര്യം മനസ്സിലാക്കിയ അയാളാവട്ടെ ക്ഷമിക്കണം സാർ, ഞാൻ അല്പം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ഡോർ ക്ലോസ് ചെയ്ത് അവിടെ നിന്ന് പോകുന്നു. ഹീറോയിൻ അവന്റെ കൈയെടുത്ത് മാറ്റി വെച്ചിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് നാടകമൊക്കെ മതിയാക്ക്, ഇനി സത്യം പറ, എപ്പോഴാ നിനക്ക് കാഴ്ചശക്തി തിരികെ വന്നേന്ന് ചോദിക്കുന്നു. അത് പിന്നെ ഇപ്പോഴാ കാഴ്ചശക്തി തിരികെ വന്നേന്ന് അവൻ പരിഭ്രാന്തിയോടെ തന്നെ പറയുന്നു. ഈ സമയത്ത് കഴിഞ്ഞ രാത്രിയിൽ നടന്ന ഇൻസിഡന്റ് ഒക്കെ ഹീറോയിൻ ആലോചിക്കുന്നു. അപ്പോൾ അവള് ഉടനടി തന്നെ പറയുന്നുണ്ട് കള്ളം പറയുന്നത് നിർത്തിക്കോ, നിനക്ക് ഇന്നലെ രാത്രി തന്നെ കാഴ്ചശക്തി വന്നേയല്ലേ എന്ന്. അപ്പോൾ ഇല്ലില്ല ഇപ്പൊ വന്നേ ഉള്ളൂ എന്ന് അവൻ അതിനെ എതിർത്ത് സംസാരിക്കുന്നു. ഇന്നലെ രാത്രി നീ എന്റെ മേല് അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കിയതല്ലേന്ന് ചോദിച്ച് അവൾ അവന്റെ കഴുത്തിന് പിടിക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് ശരിയാവില്ലെന്നും ഉടനടി തന്നെ തനിക്ക് ഡിവോഴ്സ് വേണമെന്നും അവൾ തമാശ രൂപേണ അവൻ്റെ കൂടെ പറയുന്നു. സത്യമായിട്ട് ഞാൻ നിന്നോട് മോശമായിട്ടുള്ള ഒരു രീതിയിലും ഇന്നലെ പെരുമാറിയില്ലല്ലോ എന്നൊക്കെ അവൻ പറയുമ്പോൾ അവൾ ഉടനടി തന്നെ ചിരിച്ചുകൊണ്ട് അവനെ കിസ് ചെയ്യുന്നുണ്ട്. ഹീറോയും വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവളെ പിടിച്ചെടുത്ത് കിസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അടുത്ത സീനിൽ അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതുപോലെ തന്നെ കാഴ്ച എനിക്ക് പെർമനന്റ് ആയിട്ടല്ല വന്നിരിക്കുന്നത്, നീ മൂലമാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവൾ പറയുന്നുണ്ട് സമാധാനപ്പെട്, കാഴ്ച തീർച്ചയായും പെർമനന്റ് ആയി തന്നെ അവന് ലഭിക്കും, നന്നായി റിലാക്സ് ആയി തന്നെ റെസ്റ്റ് എടുക്കൂ എന്നൊക്കെ പറയുന്നു. ഹീറോയിൻ ഈ സമയത്ത് മനസ്സിലാവുന്നുണ്ട് അവൾ കൊടുക്കുന്ന അരോമ ട്രീറ്റ്മെന്റ് അവന് വർക്ക് ആവുന്നുണ്ടെന്ന്. ഹീറോ ആവട്ടെ ഹീറോയിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ സമയത്ത് അസിസ്റ്റന്റ് വന്നിട്ട് ആ ഡോക്ടറെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. യൂചാങ് ഹീറോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഡോക്ടറെ കാര്യമാണ് ഇപ്പോൾ അസിസ്റ്റന്റ് വന്ന് പറഞ്ഞത്. ഉടനടി തന്നെ അവരുമായി ഒരു അപ്പോയിന്റ്മെന്റ് ഏർപ്പാടാക്കാൻ ഹീറോ ആവശ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ കാഴ്ചശക്തി ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ ഹീറോ ഉറപ്പിച്ച് പറയുന്നു. അതിനുശേഷം ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവളുടെ അസിസ്റ്റന്റുമായിട്ട് അവൾ ഒരു ഡ്രസ് പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ്. കമ്പനിയിലെ കാർഡിൽ $9 മില്യൺ വരെ ചിലവാകുന്നുണ്ട്. കമ്പനി വക കാർഡ് മനഃപൂർവ്വം തന്നെയാണ് ഹീറോയിൻ അവൾ കൊടുക്കുന്നത്. കാരണം ഹീറോയിനെ അവൾ വിശ്വസിക്കണമായിരുന്നു, അത് തന്നെയായിരുന്നു അവളുടെ ആവശ്യം. ഈ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട് നല്ല കാര്യമായി നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത്, ഞാനാണ് ഓഫീസിൽ ബോർ അടിച്ചിരിക്കുകയായിരുന്നു, ഇപ്പോൾ വല്ലാത്ത റിലാക്സ് ആയിട്ടുണ്ട്, നിന്നോട് നന്ദി പറയുന്നു എന്നൊക്കെ പറയുന്നു. ഈ സമയത്ത് ആ പെൺകുട്ടി വിചാരിക്കുന്നുണ്ട് എന്തായാലും ഞാൻ വിരിച്ച വലയിൽ അവൾ വീണിട്ടുണ്ടെന്ന്. ഹീറോയിൻ ഓഫീസിലിരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി ഒരു കോൺട്രാക്ട് എഗ്രിമെന്റുമായി അങ്ങോട്ടേക്ക് വരുന്നു. ഹീറോയ്ക്ക് പകരമായി ആ എഗ്രിമെന്റിൽ സൈൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. എന്നിരുന്നാലും കുറച്ച് സമയത്തിന് ശേഷം ഹീറോയിൻ അതിലൊക്കെ സൈൻ ചെയ്ത് അവളുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട്.
അതിനുശേഷം ഹീറോയിൻ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അതിലൊരു ഷെയർ ഹോൾഡർ അവൾ ഇത്രയും മന്ദബുദ്ധിയാണെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നു. അവൾ കാരണം ഒരുപാട് കോടികളുടെ നഷ്ടമുണ്ടായി എന്നും അയാൾ പറയുന്നു. എന്താണ് കാര്യമെന്ന് തെളിച്ചു പറയാൻ ഹീറോയിൻ ഈ സമയത്ത് ആവശ്യപ്പെടുന്നുണ്ട്. അയാൾ ഒരു എഗ്രിമെന്റ് അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഹീറോയ്ക്ക് പകരമായി നീ ഒപ്പിട്ട് കൊടുത്ത എഗ്രിമെന്റ് ആണിത്, ഇത് കാരണം മറ്റൊരു പാർട്ടിക്ക് 30 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നു എന്ന് അയാൾ പറയുന്നു. എല്ലാവരും അവളെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും അവിടെ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അസിസ്റ്റന്റ് പെൺകുട്ടി കൊണ്ടുതന്ന ഡോക്യുമെന്റിൽ ഒപ്പിട്ട് കൊടുത്തതേ ഉള്ളൂ. അവൾ യു ചാങ്ങിന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അവൾ ഇതിലെന്തോ തിരിമറി നടത്തിയിട്ടുണ്ടെന്ന് ഹീറോയിൻ അവകാശപ്പെടുന്നു. എന്നാൽ അസിസ്റ്റന്റ് പെൺകുട്ടിയാവട്ടെ ഇതെല്ലാം അവളുടെ തെറ്റാണെന്നും എഗ്രിമെന്റ് വായിച്ചു നോക്കാതെ അവളല്ലേ ഒപ്പിട്ട് കൊടുത്തേ എന്നും വാദിക്കുന്നു. ഈ സമയത്ത് തന്നെ മുത്തശ്ശനും ഹീറോയും അങ്ങോട്ടേക്ക് കയറി വരുന്നു. ഹീറോയിനാവട്ടെ മുത്തശ്ശനോട് ഇവരെന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും സമ്മതിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് ശാന്തരായിട്ട് അവിടെ ഇരിക്കാൻ. ഹീറോയിൻ ഈ സമയത്ത് പറയുന്നുണ്ട് ഞാൻ സൈൻ ചെയ്ത് കൊടുത്ത പേപ്പർ ഇതില്ല, ഇവിടെ പേപ്പർ മാറ്റിയിരിക്കുകയാണെന്ന്. എങ്കിൽ അതിന് തെളിവുകളുണ്ടോ എന്ന് ഹീറോയിൻ്റെ അടുത്ത് അവിടെ ഇരിക്കുന്ന ഒരാൾ ചോദിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവൾ സൈൻ ചെയ്ത പേപ്പറുകൾ ഫോണിൽ വീഡിയോ എടുത്തിട്ട് അത് ഓരോന്നോരോന്നായി അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. താൻ സൈൻ ചെയ്ത് കൊടുത്ത ശരിക്കുമുള്ള പേപ്പറുകൾ ഇതാണെന്നും ഇവിടെ അസിസ്റ്റന്റ് പെൺകുട്ടി തിരിമറികൾ നടത്തിയിരിക്കുകയാണെന്നും പറയുന്നു. സത്യങ്ങൾ മനസ്സിലാക്കിയ മറ്റു ഷെയർ ഹോൾഡേഴ്സ് ആവട്ടെ അവളോട് ക്ഷമാപണം നടത്തുന്നു. താൻ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ യു ചാങ് ആവട്ടെ ആ പെൺകുട്ടിയെ അടിക്കുന്നുണ്ട്. നീയൊക്കെ ജയിലിലിരിക്കേണ്ടവളാണെന്ന് പറഞ്ഞ് ബോഡി ഗാർഡ്സിനെ കൊണ്ട് അവളെ അവിടെ നിന്ന് പുറത്താക്കുന്നു. അവനാവട്ടെ മുത്തശ്ശൻ്റെ അടുത്ത് ക്ഷമാപണം നടത്തുന്നുണ്ട്. കാരണം അവൻ്റെ കീഴിലായിരുന്നല്ലോ ആ പെൺകുട്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് നിർത്തിക്കോ. അടുത്ത സീനിലെ യു ചാങ് ഏർപ്പാടാക്കി ഡോക്ടറെ കാണാൻ ഹീറോ പോയിരിക്കുകയായിരുന്നു. ഡോക്ടർ അവനോട് ഇപ്പോൾ കാഴ്ചശക്തി തിരികെ കിട്ടുന്നതായി തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ തനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ലെന്നും തന്റെ കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ സമയത്ത് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ജന്മം അവന് കാഴ്ചശക്തി തിരികെ കിട്ടാൻ പോകുന്നില്ല എന്ന്. അതിനുശേഷം അവനൊരു പെർഫ്യൂം കൈമാറുന്നുണ്ട്. ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കണം, അതുമാത്രമല്ല എപ്പോഴും ഈ പെർഫ്യൂം ദേഹത്ത് പരട്ടിക്കഴിഞ്ഞാൽ അവന് കുറച്ച് റിലാക്സ് ആവുമെന്ന്. എന്നാൽ ഹീറോയ്ക്ക് നന്നായി തന്നെ കണ്ണ് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്തൊക്കെ. എന്നാൽ ഹീറോ ഇത്രയും നാളും തേടിക്കൊണ്ടിരുന്ന ഐ സ്പെഷ്യലിസ്റ്റ് ആയിരുന്ന ഡോക്ടർ അല്ലായിരുന്നു ഇത് യു ചാങ്. അവന് വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിരുന്ന ഒരു കപടക്കാരിയായ ഡോക്ടർ ആയിരുന്നു അത്. കപടക്കാരിയായ ഡോക്ടർ അവനോട് പറയുന്നുണ്ട് അവൻ പറഞ്ഞ പോലെ തന്നെ ആ പെർഫ്യൂം അവന് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല അവൻ ഇനി ഒരിക്കലും അവൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാനും പോകുന്നില്ല, അവൻ്റെ ഹെൽത്ത് കുറച്ചും കൂടി മോശമാവുമെന്ന്. അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ലൂ കമ്പനിയും അവരുടെ ഷെയർ ഹോൾഡേഴ്സും ചേർന്ന് വലിയൊരു കമ്പനിയുടെ ഉടമയുമായി ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് റിപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടേഴ്സിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഹീറോ ഇപ്പോൾ പ്രോജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് ലൂയിസ് എന്നാണ്. അയാൾ വളരെ ധനികനും അതുപോലെ ഒരുപാട് കമ്പനികളും ഏറ്റെടുത്ത് നടത്തുന്ന ഒരാളാണ്. ഹീറോയ്ക്ക് കൈ കൊടുത്തതും ഉടനടി അയാൾക്ക് അറ്റാക്ക് സംഭവിക്കുന്നുണ്ട്. ലൂയിസിനെ അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഷെയർ ഹോൾഡേഴ്സും ഹീറോയും കൂടി ഇരിക്കുന്ന സമയത്ത് ലൂച്ചാൻ അങ്ങോട്ടേക്ക് വന്ന് ഹീറോയുടെ കൈ സ്മെല്ല് ചെയ്ത് നോക്കുന്നു. ഈ പെർഫ്യൂം ലൂയിസിന് അലർജിയാണെന്ന് അറിഞ്ഞിട്ടും മനഃപൂർവ്വം നീ ഇത് സ്പ്രേ ചെയ്തുകൊണ്ട് വന്നേയല്ലേ എന്ന് അയാൾ ദേഷ്യത്തോടെ തന്നെ ഹീറോ എടുത്ത് ചോദിക്കുന്നു. ഇത് കേട്ടപ്പോൾ അവിടെയുള്ള മറ്റുള്ളവരും അവനെ കുറ്റപ്പെടുത്താനൊരുങ്ങുന്നു. അതിനുശേഷം ഷെയർ ഹോൾഡേഴ്സ് ആവട്ടെ കണ്ണ് കാണാൻ സാധിക്കാത്തവർ എങ്ങനെ ഒരു കമ്പനിയുടെ CEO ആയിരിക്കാൻ സാധിക്കും, അതുകൊണ്ട് തന്നെ ഹീറോയുടെ അടുത്ത് അവിടെ നിന്ന് റിസൈൻ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. യു ചാങ്ങിന്റെ ആവശ്യം തന്നെ അതായിരുന്നു. അവനെ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് അവന്റെ സ്ഥാനത്തേക്ക് അവന് കയറിയിരിക്കാനാണ് ആഗ്രഹം. അതുമാത്രമല്ല കമ്പനി മൊത്തവും അവന്റെ അധീനതയിൽ വരും. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സും അവനെ അവിടെ നിന്ന് പുറത്താക്കാനാണല്ലോ നോക്കുന്നത്. ഈ സമയത്ത് ഹീറോ അവിടെ കൂളായിട്ട് അവരുടെ അടുത്ത് പറയുന്നുണ്ട് കുറച്ചു നേരം അവിടെ ഇരിക്കൂ, ഒരു കാര്യം കാണിച്ചു തരാമെന്ന്. അസിസ്റ്റന്റ് ആ കപടക്കാരിയായ ഡോക്ടറെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഹീറോ ഈ സമയത്ത് പറയുന്നുണ്ട് യു ചാങ് നീ അല്ലേ എനിക്ക് വേണ്ടിയിട്ട് ഈ ഡോക്ടറെ കണ്ടുപിടിച്ചത്, ഇവള് കാരണം എൻ്റെ ഹെൽത്ത് കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവൾ നൽകിയ പെർഫ്യൂം മൂലം തന്നെയാണ് മിസ്റ്റർ ലൂയിസിനും ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കുന്നത്. അതിനെ ഡിഫെൻഡ് ചെയ്യാനായി യു ചാങ് പറയുന്നുണ്ട് എനിക്ക് ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന്. എന്നാൽ ആ ഫേക്ക് ആയിട്ടുള്ള ഡോക്ടർ എല്ലാ സത്യങ്ങളും അവിടെ വിളിച്ചു പറയുന്നു. അസിസ്റ്റന്റിനെ വെച്ച് അവൻ ചെയ്ത എല്ലാ തെറ്റായ പ്രവൃത്തികളും ആ പെൺകുട്ടി അവിടെ വിളിച്ചു പറയുന്നുണ്ട്. ഹീറോയുടെ കാഴ്ചശക്തി ഒരിക്കലും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളും അതുപോലെ ഹീറോയിൻ്റെ എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്ത് വാങ്ങിച്ച കാര്യങ്ങളും ഒക്കെ ആ പെൺകുട്ടി അവിടെ വെളിപ്പെടുത്തുന്നു. ഇതൊക്കെ കേട്ടിട്ട് യു ചാങ് അവളോട് വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും അവൾ പറയുന്നുണ്ട് ഇതിനോടകം തന്നെ അവളൊരു ഫേക്ക് ഡോക്ടറാണെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് തനിക്ക് ജയിലിലേക്ക് പോകാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ ഈ സത്യങ്ങളെല്ലാം അവിടെ വെളിപ്പെടുത്തിയത്. ഈ സമയത്താണ് ഹീറോ ഒരു ടെസ്റ്റ് അവിടെ പറയുന്നത്. ശരിക്കും ഹീറോ ഇത്രയും നാള് തിരഞ്ഞുകൊണ്ടിരുന്ന ഐ സ്പെഷ്യലിസ്റ്റ് വേറെ ആരുമായിരുന്നില്ല, അവന്റെ തന്നെ ഭാര്യയായിരുന്ന സോഫിയ സോ ആണെന്ന് പറയുന്നു.
ഇതൊക്കെ എങ്ങനെ സത്യമാവുമെന്ന് പറഞ്ഞുകൊണ്ട് യു ചാങ് വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ഇവൻ ജയിലിലേക്ക് പോകേണ്ട ആൾ തന്നെയാണെന്ന് ഷെയർ ഹോൾഡേഴ്സ് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് യു ചാങ് ആവട്ടെ സംയമനം പാലിച്ച് ഞാനിതെല്ലാം കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തേ എന്ന് പറയുന്നുണ്ടെങ്കിലും ഹീറോ ആവട്ടെ നിന്റെ ഡേർട്ടി ഗെയിംസ് എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു, ഇത് ഇനി ഈ കമ്പനിയിൽ ചെലവാവില്ല എന്ന് പറയുന്നു. ഈ സമയത്ത് തന്നെ പോലീസ് അവിടെ എത്തി അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ വെച്ച് തന്നെ അവസാനിക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയിനൊരു കോള് വരുന്നുണ്ട്. അവളുടെ അച്ഛൻ കണ്ണു തുറന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ സ്റ്റെപ്പ് സിസ്റ്റർ അവളെ വിളിച്ചിരുന്നത്. അവളുടെ സ്റ്റെപ്പ് സിസ്റ്ററും സ്റ്റെപ്പ് മദറും ഇപ്പോൾ അച്ഛനെ നന്നായി തന്നെ പരിചരിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിന്റെ അച്ഛനെ കാണാനായിട്ട് ഹീറോയിനും കൂടി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് സ്റ്റെപ്പ് സിസ്റ്ററേയും സ്റ്റെപ്പ് മദറേയും കാണുന്ന ഹീറോ വല്ലാതെ ദേഷ്യപ്പെടുകയും അവരെ രണ്ടുപേരെയും ഇപ്പം തന്നെ മുറുക്കി വെളിയിലേക്ക് പിടിച്ചാക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകാനും ഒരുങ്ങുന്നു. എന്നാൽ ഹീറോയിൻ അയാളെ തടയുന്നു. ഇപ്പോൾ അവരെ പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല, അവരുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് ഹീറോയിൻ പറയുന്നു. ഹീറോയിന്റെ സ്റ്റെപ്പ് മദർ വേറൊരു വിവാഹം കഴിച്ചതിലെ ഒരു ഭർത്താവിനെ നമ്മൾ കണ്ടിരുന്നല്ലോ, അയാള് അവരെ ഇരുവരെയും വീട്ടിന് വെളിയിലാക്കുന്നു. അങ്ങനെ അവർ പുറത്തുനിന്ന് ആഹാരമൊക്കെ പറക്കി കഴിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് ഇപ്പോൾ കാണിക്കുന്നത്. അങ്ങനെ ആ റോഡരികിലൂടെ പോകുന്ന ഹീറോയിനാവട്ടെ അവരെ കാണുകയും സ്റ്റെപ്പ് സിസ്റ്റർ ഓടി അവളുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. അവളെ കണ്ട ഉടനെ തന്നെ അവർ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് പറയുന്നു. ഇപ്പോൾ അവർ അനാഥരാണെന്നും അവർക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഹീറോയിൻ്റെ അടുത്ത് അവർ ക്ഷമാപണം ചോദിക്കുന്നു. അങ്ങനെ ഹീറോയിൻ അവരുടെ അടുത്ത് ക്ഷമിക്കുന്നുമുണ്ട്. ഈ വിവരങ്ങളെല്ലാം ഹീറോയുടെ അടുത്ത് കൃത്യമായി തന്നെ അവൾ പറയുന്നു. ഈ സമയത്ത് ഹീറോ അവളോട് ചോദിക്കുന്നുണ്ട് അവരെ വിശ്വസിക്കാമോ എന്ന്. എന്നിരുന്നാലും അവർ ചെയ്ത തെറ്റുകളെല്ലാം ഇപ്പോൾ അവർക്ക് മനസ്സിലായിരിക്കുന്നു. അതുമാത്രമല്ല അവർക്കിപ്പോൾ ഞാനല്ലാതെ വേറെ ഒരു ആശ്രയവുമില്ല, അതുകൊണ്ട് എന്തായാലും അവരെ വിശ്വസിക്കാമെന്ന് ഹീറോയിൻ തറപ്പിച്ചു പറയുന്നു. അങ്ങനെ അവരിരുവരും കൂടി അച്ഛനെ കാണാൻ അകത്തേക്ക് കയറിപ്പോകുന്നു. അവളാവട്ടെ അച്ഛന് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ ഹാപ്പി എൻഡിങ്. ഇതോടെ ഈ ഡ്രാമ അവസാനിച്ചിരിക്കുന്നു. ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും കാണും വരെ ബൈ ബൈ.